ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമുക്ക് രണ്ട് ടോപ്പിക്കാണ് പറയാനുള്ളത്. സെക്കൻഡ് മൊഡ്യൂളിൽ അടുത്ത സിലബസ് നോക്കിയാൽ അടുത്ത രണ്ട് ടോപ്പിക്കുകൾ ജാവാസ്ക്രിപ്റ്റിൽ ഇവൻറ്റ് ഹാൻഡ്ലിങ്, അത് ഇവൻ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യും. പിന്നെ ഫോം വാലിഡേഷൻ, ഇൻപുട്ട് വാലിഡേഷൻ, നമ്മൾ ഫോമിൽ യൂസേഴ്സ് എൻ്റർ ചെയ്യുന്ന ഇൻപുട്ടുകൾ എങ്ങനെ വാലിഡേറ്റ് ചെയ്യാം. വാലിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഡാറ്റയാണോ, ഉദ്ദേശിച്ച ഡാറ്റ തന്നെയാണോ എൻ്റർ ചെയ്തിരിക്കുന്നത്, അത് ആവശ്യമുള്ളതെല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് വാലിഡേഷനിൽ വരിക. ഇവൻറ്റുകളെന്ന് പറഞ്ഞാൽ വെബ് പേജ് ലോഡായിരിക്കുമ്പോൾ യൂസർ ചെയ്യുന്ന എന്തും ഇവൻ്റാണ്. പേജ് ലോഡാവുന്നത് ഉൾപ്പെടെ എല്ലാം ഓരോ ഇവൻറ്റുകളാണ്. ഒരു വെബ് പേജ് വെബ് ബ്രൗസറിൽ വന്നു കഴിഞ്ഞാൽ വരുന്നത് തൊട്ടുണ്ടാവുന്ന എല്ലാ സംഭവങ്ങളെയും നമ്മൾ ഇവൻറ്റുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ഇവൻറ്റിനെ ബേസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും കോഡ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മൾ ഇവൻറ്റ് ഹാൻഡ്ലിങ് എന്ന് പറയുക. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കാണ്. ആദ്യം ഇവൻറ്റ്സാണ് പറയുക. ഇവൻറ്റ്സ് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഫോം വാലിഡേഷൻ കറക്റ്റായിട്ട് എന്താണെന്ന് പറയാൻ പറ്റും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഞാൻ ഈ PDF ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാമല്ലോ, ഇവൻറ്റ് ജാവാസ്ക്രിപ്റ്റ് ഇവൻറ്റ്സ് എന്നുള്ളത്. കാണാം സാർ. ഓക്കെ. കാണാം സാർ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്കൊരു ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു അസൈൻമെൻറ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളോട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞ പോർഷൻ. അപ്പോൾ അത് പലരും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അയച്ചത് തീരെ കുറവാണ് പോർഷൻ കണ്ടൻസ്. അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് സെക്കൻഡ് അസൈൻമെൻറ്റായിട്ട് അത് തന്നിട്ടുണ്ട്. പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ്, അതിൽ എന്തൊക്കെ വേണമെന്നുള്ളത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് അടുത്ത ഞായറാഴ്ച ആണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് എല്ലാവരും അപ്ലോഡ് ചെയ്യണം. ഓക്കെ. അത് കഴിഞ്ഞ സിലബസിൽ വരുന്ന രണ്ട് പോർഷൻസാണ് ഇന്ന് എടുക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് ഇവൻറ്റ് ഹാൻഡ്ലിങ്ങും പിന്നെ ഫോം വാലിഡേഷൻ. ഓക്കെ. എന്താണ് ഇവൻറ്റ്? ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ജാവയിലും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവൻറ്റ് ഹാൻഡ്ലിങ് ഇൻ ജാവ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ബട്ടൻ്റെ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇവൻ്റാണ്. എന്ന് പറഞ്ഞ പോലെ ഒരു ഫോം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ലോഡായി യൂസറുടെ മുമ്പിൽ എത്തിയതിന് ശേഷം സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, മൗസ് മൂവ് ചെയ്യുക, വിൻഡോ ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, മിനിമൈസ് ചെയ്യുക, അങ്ങനെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ആ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന എല്ലാം ഇവൻ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് വെച്ച് നമുക്ക് ഇവൻറ്റ് ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ സിലബസിലെ അടുത്ത ടോപ്പിക്. അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. JavaScript interaction with HTML is handled through events that occur when the user or the browser manipulates a page. ആ പേജ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന when the page loads it is called an event. പേജ് ലോഡിംഗ് അടക്കം ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പേജ് ലോഡിംഗ് അതായത് പേജ് ബ്രൗസറിലേക്ക് ലോഡ് ചെയ്യുന്നത് അടക്കം ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഇവൻ്റാണ്. പിന്നെ when the user clicks a button, ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതും ഒരു ഇവൻ്റാണ്. പിന്നെ ഇവൻറ്റുകൾക്ക് എക്സാമ്പിൾ ഒരുപാടുണ്ട്. ഒരു കീ പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്ത് വിടുന്നത്, പ്രസ്സിങ് മാത്രം ഒരു ഇവൻ്റാണ്. അത് റിലീസ് ചെയ്യുന്നത് വേറൊരു ഇവൻ്റാണ്. ഓക്കെ. പിന്നെ അത് വെറുതെ കീ പ്രസ് എന്നുള്ളത് രണ്ടും കൂടി ചെയ്യുന്നത് ഒരു ഇവൻ്റാണ്. അപ്പം അങ്ങനെ ഇവൻറ്റുകൾ നോക്കാം. മൗസിൻ്റെ മൂവ്മെൻറ്റ്, മൗസ് മൂവ് ചെയ്തു, അല്ലെങ്കിൽ മൗസ് ഇന്ന ബട്ടൻ്റെ മേളിൽ വന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് ഫോക്കസ് പുറത്തേക്ക് പോയി, ഇങ്ങനെ പറയുന്ന എല്ലാ ഇവൻറ്റുകളാണ്. വിൻഡോ ക്ലോസിങ്, വിൻഡോ റീസൈസിങ്, മിനിമൈസിങ് ഒക്കെ ഇവൻറ്റുകളാണ്. അപ്പോൾ ഈ ഇവൻറ്റുകളെ വെച്ചിട്ടാണ് പലപ്പോഴും വെബ് ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ഏത് സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്പേഴ്സും എന്ത് ചെയ്യുന്നത്, ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് റെസ്പോൺസുകൾ, അതായത് യൂസർ എന്ത് ചെയ്യുമ്പോഴും അതിന് റെസ്പോൺസ് ആവശ്യമുള്ളതാണെങ്കിൽ ആ സമയത്ത് അത് യൂസറെ എന്തെങ്കിലും അലർട്ട് മെസ്സേജ് കാണിക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ ബട്ടൺ ക്ലിക്ക് മിക്കവാറും എന്താണ്, ആ ബട്ടണിൽ പറഞ്ഞിരിക്കുന്ന സംഭവം ആ കോഡ് വർക്ക് ചെയ്യണം. ഇപ്പോൾ കാൽക്കുലേറ്റർ നിങ്ങളെടുത്ത് ചെയ്യാൻ പറഞ്ഞു. പ്ലസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മുകളിൽ രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും, രണ്ടിൻ്റെ സം ഡിസ്പ്ലേ ചെയ്യാന്നുള്ളതാണ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടി ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ഇവൻറ്റിൽ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യും. എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ എല്ലാ ഇവൻറ്റും, ചില വിൻഡോസ് മിനിമൈസ് ചെയ്യാൻ പാടില്ലായിരിക്കും, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ എന്തെങ്കിലും കാര്യം ചെയ്യാതെ ക്ലോസ് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല. അപ്പോഴൊക്കെ നമുക്ക് വിൻഡോ ക്ലോസിംഗ് എന്നുള്ള ഇവൻറ്റിന് ഒരു ഫംഗ്ഷൻ എഴുതാം. ആ ഫംഗ്ഷൻ എഴുതിയിട്ട് അതിൻ്റെ ക്ലോസിംഗ് തടഞ്ഞിട്ട് ഇന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കാണിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് യൂസറുടെ പ്രോഗ്രാമറുടെ കയ്യിൽ
ഫുൾ കൺട്രോൾ കിട്ടാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് ഇവൻറ്റ് ഹാൻഡ്ലിംഗ്. ഓക്കെ, അപ്പോൾ ഡെവലപ്പേഴ്സ് ക്യാൻ യൂസ് ദീസ് ഇവൻറ്റ്സ് ടു എക്സിക്യൂട്ട് ജാവാസ്ക്രിപ്റ്റ് കോഡർ റെസ്പോൺസസ് which causes buttons to close windows. 9:05 മുമ്പ് ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ വരുന്നത് ഇപ്പോൾ 9:13 ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ ആ വിൻഡോ മാറ്റി അവിടെ പോയി അവരെ അലോ ചെയ്യാൻ നിൽക്കണം. ഓക്കെ, മെസ്സേജസ് ടു ബി ഡിസ്പ്ലേഡ് ടു യൂസേഴ്സ്. അതായത് ഈ ഇവൻറ്റുകൾ സംഭവിക്കുമ്പോൾ പലതും ചെയ്യാം. ഒന്ന് ആ ബട്ടൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് കാണിക്കാം, ഇപ്പോൾ ക്ലിക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റർ ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്യുക എന്നുള്ള മെസ്സേജ് കാണിക്കുക. ഡാറ്റ വാലിഡേഷൻ, ഇപ്പോൾ സബ്മിറ്റ് ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഫോമിൽ എൻ്റർ ചെയ്ത ഡാറ്റ മുഴുവൻ സെർവറിലേക്ക് അയക്കുന്നതിന് മുമ്പ് വാലിഡ് ആയിട്ടുള്ള ഡാറ്റ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് നമ്മൾ അടുത്ത സെഷനിൽ പഠിക്കാൻ പോകുന്നത്, ഡാറ്റ വാലിഡേഷൻ. അപ്പോൾ വാലിഡേറ്റ് ചെയ്യാനും നമുക്ക് ഇവൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു എന്നുള്ള ഇവൻറ്റ് കാണുമ്പോഴാണ് വാലിഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് നമ്മൾ അടുത്തതിൽ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇവൻറ്റുകൾ പറഞ്ഞിട്ട് അതിലേക്ക് പോകാമെന്ന് പറഞ്ഞത്. ഓക്കെ, വിർച്വലി എനി അതർ ടൈപ്സ് ഓഫ് റെസ്പോൺസ് ഇമാജിനബിൾ. ഇവൻറ്റ്സ് ആർ പാർട്ട് ഓഫ് ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് DO, ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്നുള്ളത് നമുക്കൊരു സെക്ഷൻ പഠിക്കാനുണ്ടാകും. നമ്മൾ ഇത് രണ്ടും കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അത് ക്ലാസ് എടുക്കുക. അപ്പോൾ അതിൻ്റെ ലെവൽ 3ൽ വരുന്ന ഭാഗമാണ് ഇവൻറ്റ് ഹാൻഡ്ലിംഗ്. എവരി HTML എലമെൻറ്റ് കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് വിച്ച് ക്യാൻ ട്രിഗർ ജാവാസ്ക്രിപ്റ്റ് കോഡ്. എവരി HTML എലമെൻറ്റ്, ഓരോ HTML എലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇവൻറ്റുകളുണ്ട്. ഇപ്പോൾ ഒരു ബട്ടൺ എന്ന് പറഞ്ഞ എലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് മാത്രമല്ല, ബട്ടൺ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ റിലീസ് ചെയ്യാതെ പ്രസ് ചെയ്ത് പിടിച്ചാൽ ബട്ടൺ പ്രസ് ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നില്ല, അതൊരു ഇവൻ്റാണ്. ബട്ടൺ റിലീസ് ചെയ്യുന്ന വേറെ, അങ്ങനെ രണ്ട് ഇവൻ്റായിട്ട് നമുക്ക് വെച്ചിട്ട് രണ്ടിനും വേറെ വേറെ കോഡ് വർക്ക് ചെയ്യിക്കാം. ക്ലിക്ക് എന്നുള്ളത് പ്രസ് ആൻഡ് റിലീസ് ഒരുമിച്ച് കിടക്കുന്ന ഇവൻ്റാണ്. പ്രസ്സിന് മാത്രം ഒരു ഇവൻ്റ് ഉണ്ട്, റിലീസ് ചെയ്യുന്ന വേറെ ഇവൻ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവൻ്റുകളെ കുറിച്ച് പറയുന്നത് പൊതുവായിട്ടുള്ള, ഇപ്പോൾ ജാവയിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ ഏതൊക്കെ ഇവൻ്റുകൾ ഉണ്ടെന്നുള്ളത് താഴെ വരുന്നുണ്ട്, അതിൻ്റെ ലിസ്റ്റ്. ഏതൊക്കെ ഇവൻറ്റുകൾ നമുക്ക് കോഡ് എഴുതി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ HTML എലമെൻറ്റിനെ ഇപ്പോൾ ബട്ടണെ സംബന്ധിച്ച് ക്ലിക്കിംഗ് മാത്രമല്ല, അല്ലെങ്കിൽ മൗസ് അതിൻ്റെ ബട്ടൻ്റെ മുകളിലേക്ക് ഫോക്കസ് ഓൺ മൗസ് ഹോവർ എന്നാണ് നമ്മൾ പറയുക. മൗസ് അതിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ഒരു ഇവൻ്റാണ്. ആ സമയത്ത് ബട്ടൻ്റെ കളർ മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓൺ മൗസ് ഓവർ, ഈ ബട്ടണിൽ മൗസ് എത്തിയാൽ ആ ബട്ടൻ്റെ കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോഡ് എഴുതുക. ഓക്കെ, മൗസ് അവിടെ പുറത്തേക്ക് പോയാൽ വേറൊരു മെസ്സേജ് കാണിക്കുന്നത് അത്. അപ്പോൾ മൗസ് പുറത്ത് പോവുക, അകത്തേക്ക് ഫോക്കസിൽ വരിക, ഔട്ട് ഓഫ് ഫോക്കസ് ആവുക, അങ്ങനെ ബട്ടണുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇവൻറ്റുകളുണ്ട്. അപ്പോൾ അതുപോലെ ഓരോ HTML എലമെൻറ്റിനും കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് വിച്ച് ക്യാൻ ട്രിഗർ ജാവാസ്ക്രിപ്റ്റ് കോഡ്. അപ്പോൾ ഇവൻറ്റ് വെച്ചുകൊണ്ട് നമുക്കൊരു ജാവാസ്ക്രിപ്റ്റ് കോഡിനെ ട്രിഗർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ആ കോഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ട്രിഗറിങ് ആണ്, അല്ലേ? ഫംഗ്ഷൻ വർക്ക് ചെയ്യിക്കുക, അതായത് ഫംഗ്ഷനെ കോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഓരോ ഇവൻറ്റും വെച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഈ PDF ഫയൽ, ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന PDF ഫയലും അടുത്ത കാണിക്കാൻ പോകുന്ന ജാവാസ്ക്രിപ്റ്റ് വാലിഡേഷൻ്റെ PDF ഫയൽ ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ സെക്ഷൻ പഠിക്കാനായിട്ട് നിങ്ങൾ W3 സ്കൂൾസ് നോക്കണ്ട, ഇത് നോക്കിയാൽ മതി. ഇത് കുറച്ചേ ഉള്ളൂ ഈ പോർഷൻ, ഇതെടുത്ത് നോക്കിയാൽ മതി. ഇതിൽ എക്സാമ്പിൾസ് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു എക്സാമ്പിളായിട്ട് ആദ്യം പറയുന്നത് ഓൺ ക്ലിക്ക് ഇവൻറ്റ്. ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ഇവൻറ്റ്, അതായത് ക്ലിക്ക് ചെയ്യാന്നുള്ള ഇവൻറ്റിനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഓൺ ക്ലിക്ക് എന്നാണ് പറയുക. നമ്മൾ അത് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ബട്ടൺ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൺ ക്ലിക്ക് ഈക്വൽ ടു എന്നും പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്, അല്ല അലർട്ട് മെസ്സേജ് കാണിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എക്സാമ്പിൾ കണ്ടു. ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ആ പാരഗ്രാഫിൽ കൊണ്ടുപോയി ഈ കണ്ടൻറ്റ് വെക്കുക എന്നൊക്കെ നമ്മൾ കണ്ടു. ഓൺ ക്ലിക്കിൽ ചെയ്യുന്ന കാര്യം, ഫംഗ്ഷനെ കോൾ ചെയ്യുക. അപ്പോൾ ഇതിൽ ഓൺ ക്ലിക്ക് എന്നുള്ള എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. ദിസ് ഈസ് എ മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി യൂസ്ഡ് ഇവൻറ്റ് ടൈപ്പ് which occurs when a user clicks on the left button of his mouse. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്, നമ്മൾ സാധാരണ ക്ലിക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബട്ടൺ ഏതാ, ലെഫ്റ്റ് ബട്ടണാണ്, അല്ലേ? അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ബട്ടൺ, ഇത് നിങ്ങൾ എഴുതുമ്പോൾ, നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ നോട്ടിലേക്ക് എഴുതുമ്പോഴൊക്കെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. നമുക്ക് എല്ലാം ഓർമ്മയുണ്ടാവും. ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇങ്ങനെയുള്ള ലെഫ്റ്റ് ബട്ടൺ എന്നുള്ളത് എടുത്ത് എഴുതുമ്പോൾ അത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയി. ഓക്കെ, അപ്പോൾ ആ നോട്ടിലേക്കൊക്കെ എഴുതുമ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ
ഒരു ബട്ടൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇവൻറ്റിനെ നമ്മൾ ഓൺ ക്ലിക്ക് എന്നുള്ള ഇവൻറ്റ് വെച്ചിട്ട് ജാവാസ്ക്രിപ്റ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ക്ലിക്ക് ഇവൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ പുട്ട് വാലിഡേഷൻ, വാർണിംഗ് എക്സെട്ര. അപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു, അപ്പോൾ ഇപ്പോൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതി, അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വാലിഡേഷൻ വെക്കാം. നമ്പറിന് ഒരു ABCD ആൽഫബറ്റ് വല്ലതും ടൈപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണമല്ലോ. ഞാൻ ഒരു ഇതിൽ 5 എന്നുള്ള വാല്യൂവും രണ്ടാമത്തെ നമ്പർ അടിക്കാൻ പറഞ്ഞ ടെക്സ്റ്റ് ഫീൽഡിൽ B എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ C എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് അടിച്ചതെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് പറയണം, ആദ്യം അത് വാലിഡേറ്റ് ചെയ്യണം, നമ്പറാണോ. നമ്പർ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് യൂസറെ കാണിച്ചിട്ട് രണ്ടാമത് നമ്പർ അടിക്കാൻ പറയണം. അല്ലാതെ ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷനെ കോൾ ചെയ്ത് അവിടെ എറർ വരും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള വാലിഡേഷനോ വാണിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ ക്ലിക്ക് ഇവൻറ്റിലാണ് സാധാരണ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഓൺ ക്ലിക്ക് എന്നുള്ള ഇവൻ്റാണ്. അപ്പോൾ ഇതിലിവിടെ ഒരു എക്സാമ്പിൾ കോഡ് കാണിച്ചിട്ടുണ്ട്. HTML ഹെഡ് പോർഷനിൽ നമ്മൾ സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗ് വെച്ചിട്ട് എഴുതി ടൈപ്പ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് കൊടുക്കണമെന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എന്നുള്ളത് മാത്രം മതി. കാരണം ജാവാസ്ക്രിപ്റ്റ് ആണ് ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇതിൻ്റെ അകത്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു. ഫംഗ്ഷൻ എന്നുള്ള കീവേഡ്, പിന്നെ ഫംഗ്ഷൻ നെയിം ഹലോ, ഹലോ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ. അതിൻ്റെ അകത്തൊന്നുമില്ല, ഒരു അലർട്ട് മെസ്സേജ്, ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു അലർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു. ഔട്ട്പുട്ട് ജാവാസ്ക്രിപ്റ്റിൽ കാണിക്കാനുള്ള 4-5 മെത്തേഡുകളിൽ ഒന്നാണ് അലർട്ട്. നമ്മുടെ ബ്രൗസറിൻ്റെ മുകളിലൊരു മെസ്സേജ് ഓക്കെ ബട്ടൺ വെച്ചുകൊണ്ടൊരു മെസ്സേജ് വരും. ഓക്കെ ക്ലിക്ക് ചെയ്താൽ ആ മെസ്സേജ് പോകും. അപ്പോൾ ഇവിടെ ഹലോ വേൾഡ് എന്നുകൊണ്ടൊരു മെസ്സേജ് വരാനുള്ള ഫംഗ്ഷൻ, അതിന് വേണ്ടിയിട്ട് ഈ ഫംഗ്ഷൻ ഹലോ എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചാൽ ഈ ഹലോ വേൾഡ് എന്നുള്ള അലർട്ട് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും. അതാണ്, അത്രയേ ഉള്ളൂ കോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ അതിനുശേഷം ഹെഡ് പോർഷൻ അവിടെ സ്ക്രിപ്റ്റ് കഴിഞ്ഞു, ഹെഡ് പോർഷൻ കഴിഞ്ഞു, ബോഡി എന്നുള്ള പോർഷൻ്റെ അകത്ത് എന്താ ഉള്ളത്, ഒരു പാരഗ്രാഫ് വെച്ചു. ക്ലിക്ക് ഓൺ ദ ഫോളോയിങ് ബട്ടൺ ആൻഡ് സീ റിസൾട്ട്. അതിൻ്റെ അകത്തൊരു ഫോം വെച്ചു. ഫോം എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഫോം. ഈ ഫോമിനകത്ത് ഒരു ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ, ടൈപ്പ് എന്താണ്, ബട്ടണാണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ബട്ടണാണ്. ബട്ടൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഹലോ. ബട്ടൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ബട്ടൻ്റെ പുറത്ത് എഴുതി വരുന്നത് എന്താണ്, ഓക്കെ എന്നാണോ, ക്യാൻസൽ എന്നാണോ, ഹലോ എന്നാണോ, അല്ലെങ്കിൽ സബ്മിറ്റ് എന്നാണോ, എന്താണ് ബട്ടൻ്റെ പുറത്ത് എഴുതി വരേണ്ടത്, അത് ആണ് നമ്മൾ വാല്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ ആകുമ്പോഴാണ് ഈ വാല്യൂ എന്ന് പറയുന്നത് ബട്ടൻ്റെ മുകളിൽ എഴുതി വരുന്ന കണ്ടന്റ് ആവുന്നത്. വേറെ രീതിയിൽ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ എന്ന് പറഞ്ഞാൽ ടാഗ് ഉണ്ട്, അവിടെ നമ്മൾ ചെയ്യുക ബട്ടൺ കൊണ്ട് ടാഗ് എഴുതും. അതിൻ്റെ ഓപ്പണിംഗ് ടാഗ് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് ടാഗിന് മുമ്പായിട്ട് എന്ത് ടെക്സ്റ്റാണോ വെക്കുക അതാണ് ബട്ടൻ്റെ പുറത്ത് എഴുതി വരിക. ഈ ഡിഫറൻസ് ഒക്കെ എപ്പോഴും മനസ്സിൽ വേണം, രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ ആണെങ്കിൽ വാല്യൂ ഹലോ. ഇനി അതിന് വേറൊരു ആട്രിബ്യൂട്ട് വെച്ചിട്ടുണ്ട്, ഓൺ ക്ലിക്ക്. ഈ ആട്രിബ്യൂട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യണം, ഓൺ ക്ലിക്ക് എന്ത് ചെയ്യാനാണ് പറയുന്നത്, ഹലോ എന്നുള്ളൊരു ഫംഗ്ഷൻ കോളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ എവിടെയുണ്ട്, നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അലർട്ട് എന്നുള്ള മെസ്സേജ് വരും, അത് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട്, ഇത് PDF ആയതുകൊണ്ട് ഔട്ട്പുട്ട് ക്ലിയർ അല്ല. അത് നിങ്ങൾ കോഡ് എടുത്തിട്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് വർക്ക് ചെയ്യിച്ച് നോക്കുക. ഇത് കോഡ് വേണമെങ്കിൽ കോപ്പി എടുത്തിട്ട് നമ്മുടെ ഇതിൽ തന്നെ ഇട്ട് നോക്കാം. പക്ഷെ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ചില ലൈൻസൊക്കെ മിസ്സിങ് ആവാറുണ്ട്. നമുക്ക് W3 സ്കൂൾ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ട്രൈ എഡിറ്റർ വെച്ചിട്ട് നോക്കാം. ഏതെങ്കിലും ട്രൈ എഡിറ്റർ എടുക്കുക, അതിലുള്ള HTML എന്നുള്ള കണ്ടന്റ് മാറ്റിയിട്ട് ഇത് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. ഹലോ ഉണ്ടോ, ആ ബട്ടൺ അവിടെ ക്രിയേറ്റ് ചെയ്ത് ഹലോ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ അലർട്ട് മെസ്സേജ് വന്നു. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ബട്ടൺ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ എന്നുള്ളടത്ത് ഓൺ ക്ലിക്ക് ഹലോ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തു. ഹലോ എന്നുള്ള ഫംഗ്ഷൻ എവിടെയുണ്ട്, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ് ടാഗിനകത്ത്. അവിടെ ഹലോ എന്നുള്ള ഫംഗ്ഷൻ, അതിൻ്റെ അകത്ത് അലർട്ട് എന്നുള്ള ഇതിനെ കോൾ ചെയ്തു, അത് വർക്ക് ചെയ്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓൺ ക്ലിക്ക് എന്നുള്ള ഇവൻ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. അടുത്തത് ഓൺ സബ്മിറ്റ്. 1-2 എക്സാമ്പിൾസ് ഇതിനകത്ത് പറയുള്ളൂ. പിന്നെ എന്തൊക്കെ ഇവൻറ്റുകൾ ഉണ്ട് എന്നുള്ളതൊരു ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അത് 10-30 ഇവൻറ്റുകളുണ്ട്. നിങ്ങൾ അതിൽ നിന്നൊരു 10 ഏറ്റവും അത്യാവശ്യം വേണ്ട 10 ഓർത്തിരിക്കുക, എക്സാമ്പിൾ എഴുതാനായിട്ട്. നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരിക മിക്കവാറും ഓൺ സബ്മിറ്റും ഓൺ ക്ലിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുള്ളൂ നോർമലി, അല്ലെങ്കിൽ ഓൺ മൗസിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ അതൊക്കെ തന്നെ അങ്ങനെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഇതിൽ നിന്ന് ഒരു 10 ഓർത്ത് വെക്കുക. താഴെ ലിസ്റ്റ് വരുന്നുണ്ട്. അടുത്തത് ഓൺ സബ്മിറ്റ്.
ഓൺ ക്ലിക്കും ഓൺ സബ്മിറ്റും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഓൺ സബ്മിറ്റ് ഈസ് ആൻ ഇവന്റ് ദാറ്റ് ഒക്കേഴ്സ് വെൻ യു ട്രൈ ടു സബ്മിറ്റ് എ ഫോം. ഒരു ഫോം സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഒരു ഫോം, അതായത് ഫോമിൻ്റെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള ഫോം സെർവറിലേക്ക് സബ്മിറ്റ് ചെയ്യുക. ആ സമയത്ത് എന്ത് ചെയ്യണം? നേരെ സബ്മിറ്റ് ചെയ്യണോ അതോ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ വഴി വാലിഡേഷൻ നടത്തിയിട്ട് സബ്മിറ്റ് ചെയ്താൽ മതിയോ? അങ്ങനെ ചെയ്താൽ മതിയെങ്കിൽ ഓൺ സബ്മിറ്റ് എന്നുള്ള ആട്രിബ്യൂട്ടിൽ നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓൺ ക്ലിക്കും ഓൺ സബ്മിറ്റും വ്യത്യാസമാണ്. ഓൺ ക്ലിക്ക് എന്നുള്ളത് നോർമൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വർക്ക് ചെയ്യേണ്ടതാണ് ഓൺ ക്ലിക്ക്. സബ്മിറ്റ് ബട്ടണിൻ്റെ ഫംഗ്ഷനും ഒക്കെ വ്യത്യാസമുണ്ട്. എന്താണ്? സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഫോമിലുള്ള ഡാറ്റ മുഴുവൻ സെർവറിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ സബ്മിറ്റ് ബട്ടൺ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും വാലിഡേഷൻ ചെയ്യണമെങ്കിൽ ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യണം. അപ്പോൾ ഈ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഇവന്റ് മറ്റേ ഫോം വാലിഡേഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ദ ഫോളോയിങ് എക്സാമ്പിൾ ഷോസ് ഹൗ ടു യൂസ് ഓൺ സബ്മിറ്റ്. ഇവിടെ വാലിഡേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. സബ്മിറ്റ് ചെയ്യും, ഓൺ സബ്മിറ്റിൽ വാലിഡേറ്റ് എന്നൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട് ബിഫോർ സബ്മിറ്റിംഗ് എ ഫോം ഡാറ്റ ടു ദി വെബ് സെർവർ. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നോർമലി വെബ് സെർവറിലേക്ക് ഈ പറഞ്ഞ ഈ യൂസർ എൻ്റർ ചെയ്ത ആ ഫോമിൽ എൻ്റർ ചെയ്ത എല്ലാ ഡാറ്റയും കൂടി അങ്ങോട്ട് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. അതിന് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞു. മറന്നുപോയെങ്കിൽ ഓർത്ത് നോക്കുക. ഗെറ്റ് മെത്തേഡ്, പോസ്റ്റ് മെത്തേഡ്, രണ്ടിൻ്റെ വ്യത്യാസങ്ങളൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ അത് സെൻഡ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്താൽ ഈ വാലിഡേറ്റ് ഫംഗ്ഷൻ ട്രൂ എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്തെങ്കിൽ മാത്രമേ ഡാറ്റ സെർവറിലേക്ക് പോവുള്ളൂ. ഇഫ് വാലിഡേറ്റ് ഫംഗ്ഷൻ റിട്ടേൺസ് ട്രൂ, the form will be submitted, otherwise it will not submit the data. അപ്പോൾ വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ട്രൂ എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഡാറ്റ സെർവറിലേക്ക് നോർമലി സാധാരണ പോകുന്ന പോലെ പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ അത് നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. ഫോം ക്രിയേറ്റ് ചെയ്യുന്നിടത്താണ് നമ്മളിത് പറയുക. ഫോമിൽ മെത്തേഡ് എന്താണ്? പോസ്റ്റ്. ഞാൻ പറഞ്ഞു രണ്ട് മെത്തേഡ് വഴി ഡാറ്റ സെൻഡ് ചെയ്യാം. അതിൽ പോസ്റ്റ് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആക്ഷൻ എന്നുള്ളിടത്ത് സെർവറിൽ ഏത് ഫയലാണ്, ഏത് പ്രോഗ്രാമാണ് ഇതിനെ ഈ ഇൻപുട്ട് ഇവിടെ നിന്ന് പോകുന്ന ഇൻപുട്ടിനെ റിസീവ് ചെയ്ത് വർക്ക് ചെയ്യാൻ പോകുന്നത് ഏതാണ്? നമ്മൾ PHP ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് പഴയൊരു CGI എന്നുകൊണ്ടൊരു പഴയൊരു സോഫ്റ്റ്വെയർ ആണ്. അത് നിങ്ങൾ നോക്കണ്ട, ഒരു PHP ഫയലാണെന്ന് വിചാരിച്ചാൽ മതി. ആക്ഷൻ ഈക്വൽ ടു നമ്മൾ കണ്ടു അല്ലേ, PHP ഫയലിൽ അവിടെ എഴുതുന്നത്. ഇനി ഇവിടെ ഓൺ സബ്മിറ്റ്, ഓൺ ക്ലിക്ക് അല്ല, ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് വെച്ചു. അത് ഈക്വൽ ടു റിട്ടേൺ വാലിഡേറ്റ്. റിട്ടേൺ വാലിഡേറ്റ് എന്നാ പറയുക. അതായത് വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും, ട്രൂ അല്ലെങ്കിൽ ഫോൾസോ. അത് ഇവിടെ വരും. ആ വാല്യൂവിന് റിട്ടേൺ, ഇപ്പോൾ ട്രൂ ആണ് വരുന്നതെങ്കിൽ റിട്ടേൺ ട്രൂ എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് ഈ ഫോമിലേക്ക് റിട്ടേൺ ചെയ്യുകയാണ്. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫോംസിലെ എലമെൻറ്റ്സ് ഒന്നും കാണിച്ചിട്ടില്ല, എക്സാമ്പിളാണ്, കുറേ കുത്തിട്ട് വെച്ചിരിക്കുകയാണ്. ഫോമിൽ കുറേ ടെക്സ്റ്റ് ഫീൽഡ്, റേഡിയോ ബട്ടൺ അങ്ങനെയുള്ള എലമെൻറ്റ്സ് കംപ്ലീറ്റ് ഉണ്ടാവും. അതുവഴി ഡാറ്റ മുഴുവൻ റീഡ് ചെയ്യും. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഡാറ്റ മുഴുവൻ അങ്ങോട്ട് അയക്കുന്നതിന് പകരം ഓൺ സബ്മിറ്റ് വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തു. റിട്ടേൺ വാലിഡേറ്റ് എന്നാണ് പറയുക. അതായത് വാലിഡേറ്റിനെ കോൾ ചെയ്യും. വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ വാലിഡേറ്റ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ വാലിഡേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, രണ്ടും ഒരേപോലെ ആയിരിക്കണം. വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാ വാലിഡേഷനും ചെയ്യുന്ന കോഡ് ഇവിടെ ഉണ്ടാവും. എല്ലാ ഫോമിലും എല്ലാ എലമെൻറ്റിലും. ഇപ്പോൾ നെയിം എൻ്റർ ചെയ്യേണ്ടടുത്ത് നെയിം ആണോ അതോ പകരം നമ്പറാണോ വന്നിരിക്കുന്നത്, പിൻകോഡ് എൻ്റർ ചെയ്യേണ്ടടുത്ത് നമ്പറാണോ അതോ പകരം ടെക്സ്റ്റ് ആണോ, ഇതെല്ലാം ചെക്കിങ്, ഇമെയിൽ ID കറക്റ്റ് ആണോ എല്ലാം ചെക്ക് ചെയ്തിട്ട് അവസാനം എല്ലാം ഓക്കെ ആണെങ്കിൽ ട്രൂ എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ഈ വാലിഡേറ്റ് ഫംഗ്ഷൻ അത്രേ ചെയ്യുള്ളൂ. ആ റിട്ടേൺ ചെയ്യുന്ന ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ഇവിടെ വരും. ഈ വാലിഡേറ്റ് എന്നുള്ളിടത്ത് ഇവിടെ വരും. അപ്പോൾ ഇവിടെ എന്താവും? റിട്ടേൺ ട്രൂ ആണോ എന്നെങ്കിൽ റിട്ടേൺ ട്രൂ എന്ന് വരും. ഈ റിട്ടേൺ ട്രൂ എങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്? ഈ ഫോമിലേക്ക്. അപ്പോൾ ഓൺ സബ്മിറ്റിലേക്ക് ട്രൂ എന്നുള്ള വാല്യൂ റിട്ടേൺ വന്നാൽ എങ്കിൽ മാത്രമേ ഫോമിലുള്ള ഡാറ്റ സെർവറിലേക്ക് പോവുകയുള്ളൂ. അല്ലെങ്കിൽ നേരെ തിരിച്ച് വീണ്ടും ഫോം അതേപോലെ ഉണ്ടാവും. യൂസർ തെറ്റുകൾ എന്തെങ്കിലും ഉള്ളപ്പോഴാണുള്ള ഫോൾസ് വരിക. അപ്പോൾ യൂസർ ആ തെറ്റുകൾ തിരിച്ചിട്ട് വീണ്ടും സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. പിന്നെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം പോവുക വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷനിലാണ്. അവിടെ പോയി അത് എല്ലാം ചെക്ക് ചെയ്തു ഓക്കെ ആണെങ്കിൽ ട്രൂ എന്നുള്ള റിട്ടേൺ ചെയ്യും. അപ്പോൾ ഓൺ സബ്മിറ്റിൽ ഇവിടെ റിട്ടേൺ ട്രൂ എന്ന് വരും. ട്രൂ വന്നു കഴിഞ്ഞാൽ ഡാറ്റ മുഴുവൻ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഓൺ സബ്മിറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ ഓർത്തിരിക്കുക. ഇനി വേറെ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ രണ്ട് ഇവൻറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. സോഫ്റ്റ്വെയർ, നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ ബ്രൗസറിൽ ലോഡ് ചെയ്യുക എന്നുള്ളത് തുടങ്ങിയ ഇവൻ്റാണ്. തുടങ്ങി അത് അവസാനം ക്ലോസിങ് വരെ ഇവൻ്റാണ്. അതിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, മൗസ് ക്ലിക്ക്,
ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, മൗസ് മൂവ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ ഇവൻറ്റുകളാണ്. ഓരോ ഇവൻറ്റ് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് പഠിക്കുക. നമ്മൾ ആദ്യം ഓൺ ക്ലിക്ക് എന്നുള്ള ഇവൻറ്റിൻ്റെ കണ്ടു. ഓൺ ക്ലിക്ക് ഈക്വൽ ടു നമ്മുടെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു, അത് വർക്ക് ചെയ്യും ക്ലിക്ക് ചെയ്യുമ്പോൾ. ഓൺ സബ്മിറ്റ് ഓൺ ക്ലിക്ക് എന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സബ്മിറ്റ് ബട്ടൺ ടൈപ്പ് സബ്മിറ്റ് എന്നുള്ളതിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. നോർമൽ ബട്ടണിൽ കൊണ്ടുപോയി ഓൺ സബ്മിറ്റ് വെച്ചാൽ വർക്ക് ചെയ്യില്ല. സബ്മിറ്റ് ബട്ടണിൽ ഓൺ ഇതിവിടെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ടെങ്കിലേ ഫോമിനകത്ത് നമ്മൾ ഓൺ സബ്മിറ്റ് എടുക്കാം. മറ്റേത് ഓൺ ക്ലിക്ക് കൊടുക്കുക, ഫോമിലല്ല. ശ്രദ്ധിക്കണം, ഓൺ ക്ലിക്ക് എവിടെയാണ് കൊടുത്തത്? ഫോം എന്നുള്ള ടാഗിനകത്തല്ല. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൻ്റെ അകത്താണ് നമ്മൾ ഓൺ ക്ലിക്ക് എന്നുള്ളത് കൊടുത്തത്. ഫോമിൽ കൊടുത്തിട്ടില്ല, ഫോമിലൊന്നുമില്ല. ബട്ടണിലാണ് ക്ലിക്ക് വരിക. പക്ഷേ സബ്മിറ്റ് ബട്ടൺ ഒരു ഫോമിന് ഒരു സബ്മിറ്റ് ബട്ടൺ ആയതുകൊണ്ട് ഫോമിനകത്താണ് നമ്മൾ എഴുതുക. ഫോം എന്നുള്ള ടാഗിനകത്താണ് അതിൻ്റെ ഓൺ സബ്മിറ്റ് നമ്മൾ എഴുതി വെക്കുക. അല്ലാതെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് എന്നുള്ളതിലല്ല. ഇപ്പോൾ ഫോമിനകത്ത് എഴുതുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതിനകത്ത് ഈ ഫോമിലുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നോർമലി ഇത് എഴുതിയില്ലെങ്കിൽ, ഈ ഒരു പോർഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒന്നും നോക്കില്ല, നേരെ കിട്ടിയ ഡാറ്റ മുഴുവൻ സെർവറിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് അവിടെ ആയിരിക്കും അപ്പോൾ വാലിഡേഷൻ. ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ ഉള്ള കാര്യം ആലോചിച്ച് നോക്കുക. അവിടെ ആയിരിക്കും മുഴുവൻ വാലിഡേഷനും ചെയ്യുക. അവിടെ വാലിഡേറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് കണ്ടാൽ വീണ്ടും ഡാറ്റ മുഴുവൻ തിരിച്ചും കൂടെ അയച്ചിട്ട് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞ് മെസ്സേജും കൊടുത്ത് വിടേണ്ടി വരും. അപ്പോൾ വെറുതെ നെറ്റ്വർക്ക് ട്രാഫിക്കാണ്. ഇവിടെ തന്നെ ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ വെറുതെ സെർവറിലേക്ക് ഒരു ട്രാഫിക് അങ്ങോട്ട് ഞാൻ ഡാറ്റ പോയി തിരിച്ച് അതേപോലെ അത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നെറ്റ്വർക്ക് ട്രാഫിക് അനാവശ്യമായിട്ട് ഡിലേ എത്ര ടൈം എടുക്കും. പഴയ ഇപ്പോൾ പറഞ്ഞ നെറ്റിൻ്റെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത്രയും സമയം നെറ്റിൽ വെറുതെ ഡാറ്റയും വേസ്റ്റാണ്, സമയവും വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ ഓൺ സബ്മിറ്റ്, ഈ ഫോമിലാണ് അത് എഴുതുക എന്നുള്ളത് ഓർത്തിരിക്കുക. സബ്മിറ്റ് ബട്ടണിലല്ല, ബട്ടൻ്റെ ടാഗിനകത്തല്ല ഓൺ സബ്മിറ്റ് എഴുതിയിരിക്കുന്നത്, ഫോമിലാണ്. ഓൺ ക്ലിക്ക് എഴുതിയിരിക്കുന്നത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ എന്നുള്ള ആ ടാഗിൽ തന്നെയാണ്, പക്ഷേ ഫോമിലല്ല. അതും ഓർത്തിരിക്കുക. ഇവിടെ ഓൺ സബ്മിറ്റ്, ഈ ഫോമിൻ്റെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യും. എല്ലാം ഓക്കെ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ റിട്ടേൺ ട്രൂ എന്നാവും. അപ്പോൾ ഇത് വാല്യൂ സബ്മിറ്റഡ് ആവും, അല്ലെങ്കിൽ വാല്യൂ സബ്മിറ്റ് ആവില്ല. അടുത്ത രണ്ട് ഇവൻറ്റുകൾ ഓൺ മൗസ് ഓവർ ആൻഡ് ഓൺ മൗസ് ഔട്ട്. ഇത് രണ്ട് ഇവൻ്റാണ്. These two event types will help you create nice effects with images or even with text as well. The on mouse over event triggers. എപ്പോഴാണ് ഓൺ മൗസ് ഓവർ എന്നുള്ള ഇവന്റ് ട്രിഗർ? ഒരു ഇവന്റ് ട്രിഗർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഇവന്റ് സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇവന്റ് സംഭവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഓൺ ക്ലിക്ക് എന്നുള്ള ഇവന്റ് ട്രിഗർ ചെയ്യുക ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്. ഓൺ സബ്മിറ്റ് എന്നുള്ളത് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ ഇവന്റ് ട്രിഗർ ചെയ്യുക. ഇവന്റ് ട്രിഗർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഇവന്റ് ഉള്ളപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുക എന്നർത്ഥം. ഓക്കെ, ഓൺ മൗസ് ഓവർ എന്നുള്ള ഇവന്റ് ട്രിഗർ ചെയ്യുന്നത് വെൻ യു ബ്രിങ് യുവർ മൗസ് ഓവർ എനി എലമെന്റ് ആൻഡ് ഏതെങ്കിലും എലമെന്റിന്റെ പുറത്തേക്ക്, അത് ഏത് എലമെന്റിലാണോ നമ്മൾ ഓൺ മൗസ് ഓവർ എന്നുള്ള ആട്രിബ്യൂട്ട് വെച്ചിരിക്കുന്നത് ആ ഇവന്റ്, ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ഫീൽഡിലാവാം, നെയിം ടൈപ്പ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡിൻ്റെ അകത്തേക്ക് മൗസ് വരുമ്പോൾ തന്നെ അതിൻ്റെ കളർ നമുക്കൊരു യെല്ലോ കളർ ആക്കണം. അപ്പോൾ യൂസർക്ക് പെട്ടെന്നൊരു അട്രാക്ഷൻ, നമ്മൾ മൗസ് അവിടെ എത്തുമ്പോൾ തന്നെ ഓക്കെ യെല്ലോ കളർ, അപ്പോൾ അവിടെ ടൈപ്പ് ചെയ്യാം എന്നുള്ളൊരു ഇത് കിട്ടും. അപ്പോൾ അതുപോലെ ഓൺ മൗസ് ഓരോ എലമെന്റ്സിനും നമുക്കിത് വെക്കാം. ഓൺ മൗസ് ഓവർ, ഓൺ മൗസ് ഔട്ട്. ഓൺ മൗസ് ഔട്ട് എന്താ? ഓൺ മൗസ് ഔട്ട് എന്ന് പറഞ്ഞാൽ വെൻ യു മൂവ് യുവർ മൗസ് ഔട്ട് ഫ്രം ദാറ്റ് എലമെന്റ്, ആ എലമെന്റിൽ നിന്ന് പുറത്തേക്ക് മൗസ് മൂവ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇത് നോക്കുക. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇവിടെ രണ്ട് ഫങ്ഷൻസ് വെച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വെച്ചു, സ്ക്രിപ്റ്റ് ചെയ്യേണ്ട അതിൻ്റെ അത് ഫംഗ്ഷൻ ഓവർ എന്നുള്ളൊരു ഫംഗ്ഷനും ഔട്ട് എന്നുള്ള ഫംഗ്ഷനും. ഓവർ എന്നുള്ള ഫംഗ്ഷനിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് മൗസ് ഓവർ. ഈ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഒക്കെ എന്താണെന്നുള്ളത് ഓർത്ത് വെക്കുക. നമുക്കിത് ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് പറഞ്ഞു തരണം. അടുത്തത് ഔട്ട് എന്നുള്ള ഫംഗ്ഷൻ, അതിൻ്റെ അത് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് മൗസ് ഔട്ട്, വെറുതെ അത് ഡിസ്പ്ലേ ചെയ്യാനാണ് മൗസ് ഓവർന്ന് മൗസ് ഔട്ട്. എന്നിട്ട് ഇവിടെ ഡിവ് എന്നുള്ള എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് നോക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. വെബ് പേജിനകത്ത് പല ഡിവിഷൻസ് ഏരിയ തിരിച്ച് നമുക്ക് എലമെന്റ്സിനെ ഓർഗനൈസ് ചെയ്ത് വെക്കണമെങ്കിലാണ് നമ്മൾ ഡിവ് യൂസ് ചെയ്യുന്നത്. ഫ്രെയിം പോലെയല്ല. ഓരോ ഫ്രെയിമിന് സെപ്പറേറ്റ് HTML കോഡാണ് വരുത്തുന്നതെങ്കിൽ, HTML പേജാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇതങ്ങനെയല്ല. ഒരേ പേജിൻ്റെ തന്നെ പല ഡിവിഷനായിട്ട് തിരിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഏരിയ, ബ്രൗസറിൻ്റെ അകത്തുള്ള ഏരിയ. അപ്പോൾ ഈ ഡിവിഷൻ്റെ അകത്തേക്ക് മൗസ് വന്നാൽ അവിടെ നമ്മൾ ഓവർ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യും. ഓൺ മൗസ് ഓവർ, മൗസ് അവിടേക്ക് എത്തിയാൽ ഓവർ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക?
മൗസ് ഓവർന്ന് കാണിക്കണം. എവിടെ? ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? വെബ് പേജിൽ തന്നെ അല്ലേ, നമ്മുടെ വെബ് പേജിൻ്റെ കണ്ടന്റ് മൗസ് ഓവർ എന്നാക്കണം. അടുത്തത് ഓൺ മൗസ് ഔട്ട്. ഓൺ മൗസ് ഔട്ട് ഈക്വൽ ടു ഔട്ട്. മൗസ് പുറത്ത് പോയാൽ ആ ഡിവ് എന്നുള്ള ഈ ഡിവിഷൻ്റെ ഏരിയ നിന്ന് മൗസ് പുറത്തേക്ക് പോയാൽ ഔട്ട് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യും. ഔട്ട് എന്നുള്ള ഫംഗ്ഷനിൽ മൗസ് ഔട്ട് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഔട്ട് എന്നുള്ള ഫംഗ്ഷനിൽ മൗസ് ഔട്ട് എന്ന് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് തന്നെ, ഈ വെബ് പേജിലേക്ക് തന്നെ റൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ റൺ ചെയ്ത് നോക്കിയാൽ, സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു, നോക്കട്ടെ കിട്ടുമെന്ന്. ഓക്കെ, ഇതാണ് ആ കോഡ് ഞാൻ ഇതിലേക്ക് പേസ്റ്റ് ചെയ്തതാണിത്. ഫംഗ്ഷൻ ഓവർ എന്നുള്ള ഫംഗ്ഷനും അതിൽ പറഞ്ഞാൽ ഞാൻ അലർട്ട് മെസ്സേജ് ഒന്ന് ആക്കിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് പറയാം. ഫംഗ്ഷൻ ഔട്ട് എന്നുള്ളത് മൗസ് ഔട്ട്. ഓക്കെ, ഇനി നോർമലി ഈ പാരഗ്രാഫ് അത് കഴിഞ്ഞിട്ട് ഒരു ഡിവിഷൻ്റെ അകത്ത് ഓൺ മൗസ് ഓവർ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തു. ഓൺ മൗസ് ഔട്ട് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇനി ഇതിൽ ഇപ്പോൾ ഓപ്പണിംഗ് ഇത് റൺ ചെയ്യുമ്പോഴാണ് ഇത് ഇതാവുന്നത്. ഓക്കെ, ദിസ് ഈസ് ഇൻസൈഡ് ഡിവിഷൻ. ദിസ് ഈസ് ഇൻസൈഡ് ഡിവിഷൻ എന്നുള്ളത് ആ ഡിവിഷൻ്റെ അകത്ത് ഡിവിൻ്റെ അകത്ത് വരുന്നതാണ് ഈ പറഞ്ഞ ഹെഡിങ്. അപ്പോൾ ഇവിടെയൊക്കെ മൗസ് കൊണ്ടുപോയാൽ, ദിസ് ഈസ് ഇൻസൈഡ് ദ ഡിവിഷൻ എന്നുള്ള സ്ഥലത്തേക്ക് മൗസ് കൊണ്ടുപോയാൽ മൗസ് ഓവർ എന്നുള്ള ഇവൻറ്റ് ട്രിഗർ ആവും. അപ്പോൾ ഓവർ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യും. ഓവർ എന്നുള്ള ഫംഗ്ഷനിൽ എന്താണ്? ഒരു അലർട്ട് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം. നമുക്ക് കൊണ്ടുപോയി നോക്കാം. കണ്ടോ, ഇവിടേക്ക് മൗസ് എത്തിയപ്പോൾ തന്നെ ഓൺ മൗസ് ഓവർ എന്നുള്ള മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എന്തായി? ഇവിടെ വെബ് പേജിൻ്റെ കണ്ടന്റ് എന്തായി? അവിടെ മൗസ് ഔട്ട് എന്ന് ഡിസ്പ്ലേ ചെയ്തു. മൗസ് ഔട്ട് നിങ്ങൾ മൊബൈലിൽ സൂം ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. മൗസ് ഔട്ട് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇതെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് എപ്പോഴാണ് മൗസ് ഔട്ടിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഔട്ട് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തു. ഔട്ട് എന്നുള്ള ഫംഗ്ഷനിൽ എന്താണ്? ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിൻ്റെ പ്രത്യേകത എന്താ? ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് പേജ് ലോഡായി വരുമ്പോഴാണ് ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ള കണ്ടൻസ് ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ കൂടെ എന്താണ് ഇപ്പോൾ എഴുതാൻ പറഞ്ഞാൽ ആ ഒരു ലൈനും കൂടി അവിടെ വരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ പേജ് ലോഡായി കഴിഞ്ഞു. ഇപ്പോൾ റൺ ചെയ്യുമ്പോൾ പേജ് ലോഡായി കഴിഞ്ഞു. ഇനി അതിനുശേഷമാണ് നമ്മൾ മൗസ് മൂവ് ചെയ്യുന്നതും പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഔട്ട് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്താൽ ഡോക്യുമെൻറ്റിൻ്റെ ബാക്കി കണ്ടന്റ് മുഴുവൻ പോയി. നമ്മുടെ ഈ പാരഗ്രാഫും ഈ ഡിവിഷനും ഈ ഹെഡിങ്ങും ഒക്കെ പോയിട്ട് പകരം എന്താവും? മൗസ് ഔട്ട് എന്നുള്ള ഒരു മെസ്സേജ് മാത്രം വരും. അതുകൊണ്ടാണ് നമ്മൾ മൗസ് അങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ അലർട്ട് മെസ്സേജ് ഓക്കെ വന്നു. ഞാൻ ഓക്കെ അടിച്ചപ്പോഴേക്കും എന്താണ്? അപ്പോഴേക്ക് വേറൊരു ഇവൻ്റ് കൂടെ സംഭവിച്ചു. ഓക്കെ അടിക്കാൻ വേണ്ടി മൗസ് അങ്ങോട്ട് പോയപ്പോൾ ഈ ഡിവിൽ നിന്ന് മൗസ് ഔട്ടായി. മൗസ് ഔട്ടായപ്പോൾ ഡോക്യുമെൻറ്റിൻ്റെ കണ്ടന്റ് തന്നെ മുഴുവനായിട്ട് മാറി. എന്താണ്? മൗസ് ഔട്ട്. ഇനി ഇവിടെ ഒന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ മൗസ് ഓവർ എന്നുള്ളത് അലർട്ട് മെസ്സേജ് ആക്കിയത്. ഇതിന് പകരം നമ്മൾ ആ കണ്ട കോഡിൽ പറയുന്ന പോലെ അലർട്ടിന് പകരം ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് തന്നെയാണ് കൊടുത്തതെങ്കിൽ എന്താ സംഭവിക്കുക നോക്കാം. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ആണ് കൊടുത്തത്. മൗസ് ഇവിടെ എത്തുമ്പോഴേക്കും കണ്ടന്റ് എന്തായി? മൗസ് ഓവർന്നാക്കി കഴിഞ്ഞു. ഇനി മൗസ് ഔട്ട് വർക്ക് ചെയ്യാൻ ഒന്നുമില്ല. ഈ പേജ് തന്നെ പോയിട്ട് പകരം എന്തായി? മൗസ് ഓവർ എന്നുള്ളതായി. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ നേരത്തെ അലർട്ട് എന്നുള്ള മെസ്സേജ് ആക്കിയത്. മൗസ് ഓവർ ഇതാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ എത്തിയാൽ മൗസ് ഓവർ എന്നുള്ള മെസ്സേജ്, അലർട്ട് മെസ്സേജ് ഒന്നും ഓക്കെ. പക്ഷെ അപ്പോഴേക്കും അടുത്ത ഇവൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. എന്താണ്? മൗസ് ഈ ഏരിയ നിന്ന് പുറത്ത് പോയി. അപ്പോൾ മൗസ് ഔട്ട് എന്നുള്ളത് വർക്ക് ചെയ്തു. ഔട്ടിൽ എന്താ പറഞ്ഞാൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് മൗസ് ഔട്ട്. ഇവിടെയും അലർട്ട് വെച്ചാൽ ഇത് ഇപ്പോൾ കണ്ടന്റ് മുഴുവൻ പോയി അല്ലേ. ഇനി വീണ്ടും ഈ മൗസ് ഓവർ ഒന്നും ഇല്ല, എല്ലാം പോയി. ആ ഡിവിഷനും പാരഗ്രാഫും ഒക്കെ പോയി. നമുക്കത് ഒഴിവാക്കണമെങ്കിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിന് പകരം ഇവിടെയും അലർട്ട് മെസ്സേജ് വേണമെങ്കിൽ കൊടുത്തു നോക്കാം. അലർട്ട് കൊടുത്ത് റൺ ചെയ്യാം. ഇപ്പം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വന്നു മൗസ് അവിടെ എത്തിയപ്പോൾ മൗസ് ഓവർ എന്നുള്ള മെസ്സേജ് വന്നു. ഓക്കെ അടിച്ചു. അപ്പോഴേക്കും അതിൻ്റെ പുറകെ എന്തുണ്ട്? മൗസ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്. കാരണം എന്താ? തൊട്ട് പുറകെ അടുത്ത ഇവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞു. ഓക്കെ അടിക്കാൻ വേണ്ടി പോയപ്പോൾ മൗസ് പുറത്ത് പോയി. അപ്പോൾ മൗസ് ഔട്ട് സംഭവിച്ചു. ഓക്കെ,
ഇതുപോലെയുള്ള ഇവൻറ്റുകൾ നമുക്ക് ഒന്നത് ഇതുപോലെ നല്ല എഫക്റ്റുകൾ കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫോം വാലിഡേഷൻ യൂസർ തെറ്റില്ലാതെ എൻ്റർ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്കത് ഉപയോഗിക്കാം. നല്ല എഫക്റ്റുകൾ, മൗസ് ബട്ടൻ്റെ മുകളിൽ വന്നപ്പോൾ ബട്ടൻ്റെ കളർ മാറുകയാണ്, അല്ലെങ്കിൽ ടച്ച് പെന്നിൻ്റെ മുകളിൽ വന്നപ്പോൾ അതിൻ്റെ കളർ മാറുന്നു. അപ്പം അങ്ങനെ പല എഫക്റ്റുകളും നമുക്കിതിൽ ഈ പറഞ്ഞ മൗസ് ഓവർ, മൗസ് ഔട്ട്, അതുപോലെ എന്ത് ഇവൻറ്റും വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ മൗസിൻ്റെ പ്രത്യേകിച്ച് മൗസ് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ക്ലോസ് ബട്ടൻ്റെ മേലെ മൗസ് വന്നാൽ പോലും ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ ഇതുപോലെ ഒരു ഇവൻ്റാണ്. അപ്പോൾ അപ്പോഴും വേണമെങ്കിൽ നമുക്കൊരു മെസ്സേജ് കാണിക്കാം, ഇപ്പോൾ ക്ലോസ് ചെയ്യല്ലേ, ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റ ലോസ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് കാണിക്കുന്ന കണ്ടിട്ടില്ല. ചില ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ചില വെബ്സൈറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അവർ പറയും ഈ പേജ് ലീവ് ചെയ്യണോ വേണ്ടേ, ഡാറ്റ മിസ്സാവും, അങ്ങനെയുള്ള മെസ്സേജുകൾ കാണിക്കാറുണ്ട്. അതൊക്കെ എന്ത് വെച്ചിട്ടായിരിക്കും? വിൻഡോ ക്ലോസിംഗ് എന്നുള്ള ഓൺ ക്ലോസ് അത് കാണാം താഴെ, എന്താണ് ഇവൻറ്റിൻ്റെ പേര് എന്നുള്ളത്. അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഫംഗ്ഷനാണ് അപ്പോൾ വർക്ക് ചെയ്യുക. ആ ഫംഗ്ഷൻ നമ്മൾ ക്ലോസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീണ്ടും ആ പേജ് അങ്ങനെ തുടരും, അല്ലെങ്കിൽ ആ പേജ് ക്ലോസ് ആവും. അപ്പോൾ ഇതുപോലുള്ള ഇവൻറ്റുകൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ആണ് പ്രധാനമായിട്ട് ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും, ജാവ ആണെങ്കിലും ജാവ സ്ക്രിപ്റ്റ് ആണെങ്കിലും, അതുപോലെ ഏത് സോഫ്റ്റ്വെയറിൽ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് വെച്ചിട്ടാണ് നമ്മളെല്ലാം ഫംഗ്ഷനിങ് കൊണ്ടുപോവുക അല്ലേ. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, മൗസ് മൂവ് ചെയ്യുമ്പോൾ, ഡ്രാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ച് മൂവ് ചെയ്യിക്കുക, അതിനാണ് ഡ്രാഗിങ്. അപ്പോൾ ഡ്രാഗിങ് ഇവൻ്റാണ്. അപ്പം അങ്ങനെ എന്തും നമ്മൾ കാര്യങ്ങൾ ചെയ്തെടുക്കുക, ഫംഗ്ഷനാലിറ്റീസ് കൊണ്ടുവരുന്നത് മിക്കവാറും ഇവൻറ്റ് ഹാൻഡ്ലിംഗ് വെച്ചുകൊണ്ടാണ്. അതല്ലാതുള്ള സോഫ്റ്റ്വെയർ എന്നാൽ വെറുതെ ഡിസ്പ്ലേ പർപ്പസ് മാത്രമായിരിക്കുള്ളൂ. വെബ് പേജുകളുണ്ടല്ലോ, വെറുതെ ഡിസ്പ്ലേ മാത്രമുള്ള വെബ് പേജുകളുണ്ട്, ബട്ടണൊന്നും ഇല്ലാതെ ഇൻഫർമേഷൻ മാത്രം കാണിക്കുന്ന വെബ് പേജുകളുണ്ട്. അവിടെയൊന്നും ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ആവശ്യം വരില്ല. ഓക്കെ, ഇത്രയാണ് ഇവൻറ്റ് ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് പറയാവുന്നത്. ഇനി HTML5 വരുന്ന സ്റ്റാൻഡേർഡ് ഇവൻറ്റുകൾ ഞാൻ പറഞ്ഞു, 10-30 ഇവൻറ്റുകളുണ്ട്. നോക്കുക, ഒരു 2-2.5 പേജോളം അത് ഇവൻറ്റുകളാണ്. ഇത്രയും ഇവൻറ്റുകളുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്, ഉപയോഗിക്കാൻ പോകുന്നത് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അപ്പം അത് മാത്രം നിങ്ങളൊന്ന് അത് എങ്ങനെയാണ് പറയാന്നുള്ളത്. മിക്കവാറും എല്ലാം ഓൺ വെച്ചിട്ടാണ് പറയുക. ഈ ആദ്യം കാണുന്ന എനിക്ക് തോന്നുന്നു അതും ഓൺ ഓഫ് ലൈൻ ആയിരിക്കാം, ശരിയാണോന്ന് എനിക്കറിയില്ല, ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഓരോന്ന് ഓൺ ബ്ലർ എന്താണ്, ട്രിഗേഴ്സ് വെൻ ദ വിൻഡോ ലൂസസ് ഫോക്കസ്. അതായത് ഈ വിൻഡോന്ന് വേറെ വിൻഡോയിലേക്ക് പോകുമ്പോൾ ഓൺ ബ്ലർ, അതായത് ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെബ് പേജിൽ വിൻഡോയിൽ നിന്ന് വേറെ വിൻഡോയിലേക്ക് ഫോക്കസ് പോയാൽ ഉടനെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വിൻഡോ ലീവ് ചെയ്ത് പോയാൽ ഇന്ന സംഭവിക്കും എന്നുള്ള മെസ്സേജ് കാണിക്കണമെങ്കിൽ അതെന്താണ്, ഓൺ ബ്ലർ. വിൻഡോ ക്ലോസ് ചെയ്യല്ല, ഇവിടെ വിൻഡോ അങ്ങനെ തന്നെ ഉണ്ട്, ഫോക്കസ് അവിടെ നിന്ന് പോയിട്ട് വേറെ വിൻഡോയിലേക്ക് പോയാൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് കാണിക്കണമെങ്കിൽ അത് ഓൺ ബ്ലർ. ഇതുപോലെ ഓൺ ചേഞ്ച്, ട്രിഗേഴ്സ് വെൻ ആൻ എലമെന്റ് ചേഞ്ചസ്, ഒരു എലമെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ ഓൺ ക്ലിക്ക് നമ്മൾ കണ്ടു. ഓൺ കോണ്ടെക്സ്റ്റ് മെനു എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട്, ഇതാണ് കോണ്ടെക്സ്റ്റ് മെനു. നമ്മൾ എവിടെയെങ്കിലും വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ആ കോണ്ടെക്സ്റ്റിൽ അവിടെ തന്നെ കാണിക്കുന്ന മെനുവിനാണ് കോണ്ടെക്സ്റ്റ്. അതായത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ട്രിഗേഴ്സ് വെൻ എ കോണ്ടെക്സ്റ്റ് മെനു ഈസ് ട്രിഗേർഡ്, കോണ്ടെക്സ്റ്റ് മെനു വരുമ്പോൾ വേറെ എന്തെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ ഓൺ കോണ്ടെക്സ്റ്റ് മെനു എന്നുള്ള ആട്രിബ്യൂട്ട് ഏത് വെബ് പേജിലാണെങ്കിലും ഏത് എലമെന്റിലും വെക്കാം. എല്ലാം ബട്ടണിലോ ടെക്സ്റ്റ് ഫീൽഡിലോ ഒന്നുമില്ല. ഇതിന്റെ ബോഡി എന്ന് പറയാം, HTML ബോഡി തന്നെ എന്താണ്, ഒരു എലമെന്റ് ആണ്. അവിടെ നമുക്ക് ഈ പറഞ്ഞ ബോഡിയുടെ ഓപ്പണിംഗ് ടാഗിൽ എന്ത് പറയാം, ഓൺ കോണ്ടെക്സ്റ്റ് മെനു. ബോഡി എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ടാഗ് ഉണ്ടല്ലോ, അവിടെ ഓൺ കോണ്ടെക്സ്റ്റ് മെനു എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാം. അപ്പോൾ ഈ ബോഡിയുടെ ആധാരത്തിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് വർക്ക് ചെയ്യും. അതുപോലെ ഓൺ DBL ക്ലിക്ക്, ഡബിൾ ക്ലിക്ക് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓൺ ഡബിൾ ക്ലിക്ക്, DBL ക്ലിക്ക്. ട്രിഗേഴ്സ് വെൻ എ മൗസ് ഡബിൾ ക്ലിക്ക്. ഓൺ ക്ലിക്ക് എന്നുള്ളത് സിംഗിൾ ക്ലിക്ക് ആണെങ്കിൽ, ഇത് ഡബിൾ ക്ലിക്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഓൺ ഡ്രാഗ്, ട്രിഗേഴ്സ് വെൻ ആൻ എലമെന്റ് ഈസ് ഡ്രാഗ്ഡ്. എലമെന്റിനെ ഡ്രാഗ് ചെയ്യും, നമ്മളത് ക്ലിക്ക് ചെയ്ത് പിടിച്ച് വലിക്കുമ്പോഴാണ് അത് ഡ്രാഗ് എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഓൺ ഡ്രാഗിൽ ഈക്വൽ ടു എന്നുകൊണ്ട് ഫംഗ്ഷൻ എഴുതിയാൽ ആ ഫംഗ്ഷൻ അവിടെ വർക്ക് ചെയ്യും. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ നോക്കുക. അതിൽ നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ. ഓൺ ഫോക്കസ്, ട്രിഗേഴ്സ് വെൻ ദ വിൻഡോ ഗെറ്റ്സ് ഫോക്കസ്. ഓൺ ബ്ലർ ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ഓൺ ഫോക്കസ്. ഓൺ ഫോം ഇൻപുട്ട്, ട്രിഗേഴ്സ് വെൻ എ ഫോം ഗെറ്റ്സ് യൂസർ ഇൻപുട്ട്. യൂസർ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ അത്, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ അത് ഓൺ ഫോം ഇൻപുട്ട്. ഓൺ ഇൻപുട്ട്, ഒരു എലമെന്റ്, ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ഫീൽഡിൽ യൂസർ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേർഡുകൾ കുറേ കാണിക്കണം, അല്ലെങ്കിൽ
അത് എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ഓൺ ഇൻപുട്ട്, ഓൺ ഇൻവാലിഡ്, ഓൺ കീ ഡൗൺ. ഇതാണ് ഞാൻ പറഞ്ഞത്. ട്രിഗേഴ്സ് വെൻ എ കീ ഈസ് പ്രസ്ഡ്. കീ പ്രസ് എന്ന് പറഞ്ഞാൽ ട്രിഗേഴ്സ് വെൻ എ കീ ഈസ് പ്രസ്ഡ് ആൻഡ് റിലീസ്ഡ്. പ്രസ് ചെയ്ത് വിട്ടാലാണ് ഓൺ കീ പ്രസ് എന്നുള്ള ഇവന്റ് ഉണ്ടാവുന്നത്. അതേസമയം ഓൺ കീ ഡൗൺ എന്ന് പറഞ്ഞാൽ കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും കാണിക്കണം, വിടുന്നതിന് മുമ്പ്. അപ്പോൾ തന്നെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് ട്രിഗർ ആവും, ഓൺ കീ പ്രസ് എന്നുള്ള ട്രിഗർ ആവും. വിട്ട് കഴിയുമ്പോൾ ഓൺ കീ ഡൗൺ എന്നോ കീ റിലീസ് എന്ന് പറഞ്ഞ് കാണും ചിലപ്പോൾ മിക്കവാറും. ഓൺ കീ അപ്പ്, ഓൺ കീ പ്രസ്, ഓൺ കീ ഡൗൺ. കണ്ടോ, ഓൺ കീ പ്രസ്, പ്രസ്ഡ് ആൻഡ് റിലീസ്ഡ്. കീ റിലീസ് ആകുമ്പോൾ ഉപയോഗിക്കുന്നത് ഓൺ കീ അപ്പ് എന്നാണ്. ഓക്കെ, ഓൺ കീ അപ്പ്. റിലീസ് ആകുമ്പോൾ ഉപയോഗിക്കുന്നത് ഓൺ കീ അപ്പ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന്, രണ്ടും കൂടെ ഒരുമിച്ച് സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഇവൻ്റാണിത് ഓൺ കീ പ്രസ്. അപ്പോൾ നമുക്ക് ഇത് ഏത് എലമെൻറ്റിലും, ഇപ്പോൾ ബോഡി ഇടാത്ത നിന്നുകൊണ്ട് ഒരു കീ, യൂസർ കീബോർഡിൽ ഒരു കീ പ്രസ് ചെയ്താൽ എന്തെങ്കിലും മെസ്സേജോ എന്തെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ മതി, ഓൺ കീ പ്രസ് എന്നത് കാണിക്കുക. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക. ഓൺ കീ പ്രസ് എന്ന് പറഞ്ഞാൽ പ്രസ്ഡ് ആൻഡ് റിലീസ്ഡ്, അതായത് ഒരു ക്യാരക്ടർ ടൈപ്പ് ചെയ്തു, അത്രയുണ്ട്. ടൈപ്പ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കില്ലല്ലോ, പ്രസ് ഇത് വിടും. അതേസമയം പ്രസ് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ അത് ഓൺ കീ ഡൗൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇത് മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കുക. അതിൽ നമുക്ക് അത്യാവശ്യം വേണ്ടി വരുന്ന ഒരു 10 എണ്ണമെങ്കിലും പഠിച്ചിരിക്കുക എക്സാമ്പിളായിട്ട് എഴുതാനായിട്ട്. ഓൺ സ്ക്രോള്, അങ്ങനെ ഒരുപാട് ഓൺ സെലക്ട്, ട്രിഗേഴ്സ് വെൻ ആൻ എലമെന്റ് ഈസ് സെലക്റ്റഡ്. അത് ചിലപ്പോൾ ഓപ്ഷൻ ബട്ടൺ, ഓൺ സബ്മിറ്റ് നമ്മൾ കണ്ടു, ഓൺ സബ്മിറ്റ്. ഓക്കെ, ഓൺ ലോഡ്, അങ്ങനെ ഒരുപാട് ഇവൻറ്റുകളുണ്ട്. ഇതിൽ നിന്നൊരു 10 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഒന്ന് ജസ്റ്റ് ടൈപ്പ്, അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അത് എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത് ടൈറ്റ് എഡിറ്ററിലോ നിങ്ങളുടെ കയ്യിലുള്ള ആപ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അത് നോട്ടിലേക്ക് ഒരു 10 എണ്ണമെങ്കിലും എഴുതി വെക്കണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇവൻറ്റ് ഹാൻഡ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവൻറ്റുകൾ എന്താണെന്ന് പറഞ്ഞു, ഇവൻറ്റുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതിനാണ് നമ്മൾ ഓരോ എലമെൻറ്റ്, ഏത് HTML എലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇവൻറ്റുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഇവൻറ്റ് സംഭവിക്കുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനെ കോൾ ചെയ്താണ് നമ്മൾ സാധാരണ ചെയ്യുക. അല്ലാതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ കൊടുക്കാം, ഓൺ ക്ലിക്ക് ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID ഇന്ന പാരഗ്രാഫ് ഡെമോ ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു ഹലോ എന്ന് പറഞ്ഞാൽ ആ പാരഗ്രാഫിൽ ഒറ്റ കണ്ടന്റ് മാറ്റാനുള്ളെങ്കിൽ അങ്ങനെ എഴുതാം. പക്ഷേ നോർമലി ഇവൻറ്റ് ഹാൻഡ്ലിംഗ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഓരോന്നിനുള്ള ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ അലർട്ട് മെസ്സേജ് പോലും വിളിച്ചത് ഓവർ ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. ഓൺ മൗസ് ഓവർ എന്നുള്ളതിൽ ഓവർ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തു, ഓൺ മൗസ് ഔട്ട് എന്നുള്ളതിൽ ഔട്ട് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ ഫംഗ്ഷൻ വെച്ച് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് മെത്തേഡ്. അപ്പോൾ അതിനുപയോഗിക്കുന്ന ആട്രിബ്യൂട്ടുകളുടെ പേരുകൾ പഠിച്ചിരിക്കുക. എക്സാമ്പിൾ നമ്മൾ 2 എണ്ണം കണ്ടു, 4 എണ്ണം കണ്ടു. ഓൺ ക്ലിക്ക്, ഓൺ സബ്മിറ്റ്, ഓൺ മൗസ് ഓവർ, ഓൺ മൗസ് ഔട്ട്. ഇനി അത് കൂടാതെയുള്ള HTML5 സ്റ്റാൻഡേർഡ് ഇവൻറ്റുകൾ ഒരുപാടുണ്ട്. അതിൽ നിന്ന് ഒരു 10 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കുക, എക്സാമ്പിൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഫോം വാലിഡേഷൻ എന്നുള്ള പ്രോഗ്രാമിലേക്ക് പോവാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്തതിലേക്ക് പോട്ടെ. ആരും ഇല്ല, എല്ലാവരും ഇറങ്ങിപ്പോയോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ജാവാസ്ക്രിപ്റ്റ് ഫോം വാലിഡേഷൻ. ഫോം വാലിഡേഷൻ നോർമലി യൂസ്ഡ് ടു ഒക്കർ അറ്റ് ദ സെർവർ. നോർമലി ഇത് സെർവറിലാണ് നടന്നുകൊണ്ടിരുന്നത്. അതായത് ഇവിടെ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, ജാവാസ്ക്രിപ്റ്റ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ക്ലയൻറ്റ് സൈഡിലാണ് അത് വർക്ക് ചെയ്യുക. PHP എന്നുള്ളത് സെർവർ സൈഡിലാണ്. എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൗസറിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന കോഡാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെത്. അതേസമയം നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ കേരള ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടിക്കുന്ന നമ്പർ, നിങ്ങൾ രജിസ്റ്റർ നമ്പർ അടിച്ചിട്ട് റിസൾട്ട് എടുക്കാൻ വേണ്ടി രജിസ്റ്റർ നമ്പർ അടിച്ച് കൊടുക്കുമ്പോൾ അതിൽ 8 ഡിജിറ്റിന് പകരം എട്ടോ എത്രയാണ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് പകരം 5 എണ്ണം അടിച്ചുള്ളെങ്കിൽ ആ മിസ്റ്റേക്ക് ഇവിടെ ചെക്ക് ചെയ്യാനുള്ള കോഡ് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെയായിരിക്കും വർക്ക് ചെയ്യുക. ജാവാസ്ക്രിപ്റ്റ് കോഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇവിടെ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുക.
അതേസമയം അത് കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്ത് പോയാൽ അവിടെ പോയി ഡാറ്റാബേസിൽ നിന്ന് നിങ്ങളുടെ മാർക്കുകൾ എടുത്ത് അതിനെ മാർക്ക് ഷീറ്റിൻ്റെ ഫോർമാറ്റിലേക്ക് ആക്കി ടേബിൾ ഫോമൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്ന ഫംഗ്ഷൻ PHP അവിടെ വർക്ക് ചെയ്യും. അപ്പോൾ നോർമലി ചെയ്തിരുന്നത് എല്ലാ സെർവറിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആഫ്റ്റർ ക്ലയൻറ്റ് ഹാഡ് എൻറ്റേർഡ് ഓൾ ദ നെസസറി ഡാറ്റ ആൻഡ് ദെൻ പ്രസ്ഡ് ദ സബ്മിറ്റ് ബട്ടൺ. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ സെർവറിലേക്ക് പോയിരുന്നു. ഇഫ് ദ ഡാറ്റ എൻറ്റേർഡ് ബൈ എ ക്ലയൻറ്റ് വാസ് ഇൻകറക്റ്റ് ഓർ വാസ് സിംപ്ലി മിസ്സിങ്, ചിലപ്പോൾ ഇൻകറക്റ്റ് ആവാം, അല്ലെങ്കിൽ ചിലത് ആവശ്യമുള്ളതൊന്നും ടൈപ്പ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നൊക്കെ ഉള്ളതിൽ ചിലപ്പോൾ ഒരു നെയിം മാത്രമേ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, മറ്റേത് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നിർബന്ധമുള്ളതാണെങ്കിൽ അത് അവിടെ ചെന്ന് നോക്കുമ്പോഴായിരിക്കും, സെർവറിൽ ചെന്നിട്ടാണ് അത് മിസ്സിംഗ് എന്ന് കാണുന്നത്. The server would have to send all data back to the client and request that the form be resubmitted after with correct information. അപ്പോൾ സെർവർ അവിടെ പോയി നോക്കിയിട്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരിച്ചയക്കും, എന്നിട്ട് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാൻ പറഞ്ഞൊരു മെസ്സേജും കാണിക്കും. അപ്പോൾ ഇതെന്താണ്, ഇതൊരു ലെങ്തി പ്രോസസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഡാറ്റ ഒരുപാട് യൂസ് ചെയ്യുന്നത് മാത്രമല്ല, ടൈം എടുക്കും. സെർവറിലേക്ക് ഒരു ട്രാഫിക് അങ്ങോട്ട് തിരിച്ച് അവിടെ നിന്ന് വാലിഡേറ്റ് ചെയ്തിട്ട് തിരിച്ച് തെറ്റാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വീണ്ടും കറക്റ്റ് ചെയ്ത് അയക്കാം. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഫോം വാലിഡേഷൻ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ഇവിടെ തന്നെ ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് പ്രൊവൈഡ്സ് എ വേ ടു വാലിഡേറ്റ് ദ ഫോംസ് ഡാറ്റ ഓൺ ദ ക്ലയൻറ്റ്സ് കമ്പ്യൂട്ടർ ബിഫോർ സെൻഡിങ് ഇറ്റ് ടു ദി വെബ് സെർവർ. വെബ് സെർവറിലേക്ക് അയക്കുന്നതിന് മുമ്പ് ക്ലയൻറ്റിൻ്റെ കമ്പ്യൂട്ടറിൽ, അതായത് നമ്മൾ ബ്രൗസർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യാം. ഫോം വാലിഡേഷൻ 2 ടൈപ്പാണുള്ളത്. മെയിനായിട്ട് 2 ടൈപ്പാണ് ഫോം വാലിഡേഷൻ ഉള്ളത്. ഒന്ന് ബേസിക് വാലിഡേഷനും പിന്നെ ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷൻ. ബേസിക് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ the form must be checked to make sure all the mandatory fields are filled in. നിർബന്ധമായിട്ടും എൻ്റർ ചെയ്യേണ്ട ഫീൽഡുകൾ, മാൻഡേറ്ററി ഫീൽഡുകൾ മുഴുവൻ ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ബേസിക് വാലിഡേഷൻ. ഇറ്റ് വുഡ് റിക്വയർ ജസ്റ്റ് എ ലൂപ്പ് ത്രൂ ഈച്ച് ഫീൽഡ് ഇൻ ദ ഫോം ആൻഡ് ചെക്ക് ഫോർ ഡാറ്റ. അതിനെന്ത് മതി? ബേസിക് വാലിഡേഷൻ. 2 ടൈപ്പ് വാലിഡേഷനുള്ളത്, ബേസിക് വാലിഡേഷനും ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷൻ. ബേസിക് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള എല്ലാ ഫീൽഡിലും, ഈ ഫോമിൽ ഒരുപാട് ഫീൽഡുകൾ ഉണ്ടാവും. നെയിം എൻ്റർ ചെയ്യാൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ക്വാളിഫിക്കേഷൻ, ഏജ്, ജെൻഡർ, അങ്ങനെ ഒരുപാട് ഫീൽഡ് ഉണ്ടാവും. ഇതിൽ നിർബന്ധമായിട്ടും വേണ്ടതെല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചെക്കിങ്ങിനെയാണ് നമ്മൾ ബേസിക് വാലിഡേഷൻ എന്ന് പറയുക. അതിനെന്തേ ആവശ്യമുള്ളൂ? അതിനാവശ്യം എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഓരോ എലമെൻറ്റ് വഴിയും ഒന്ന് ലൂപ്പ് ചെയ്ത് പോവുക, അതിൽ കൂടെ ഒന്ന് പാസ് ചെയ്ത് പോവുക. ലൂപ്പ് ത്രൂ ഈച്ച് ഫീൽഡ് ഇൻ ദ ഫോം ആൻഡ് ചെക്ക് ഫോർ ഡാറ്റ. അതിലുള്ള അതിൽ ഡാറ്റ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, എക്സാമ്പിൾ വരുന്നുണ്ട്, മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. നെക്സ്റ്റ് ടെക്സ്റ്റ് ഫീൽഡ് ആണെങ്കിൽ ആ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ ഡോട്ട് വാല്യൂ അല്ലേ, അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന വാല്യൂ അല്ലേ നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അത് empty string ആണെങ്കിൽ ഡാറ്റ അടിച്ചിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അത് അങ്ങനെ ഓരോന്നിലും എന്താണോ ഒരു യൂസറുടെ ഡാറ്റ എന്നുള്ളത് നമുക്ക് നോക്കുക. അത് വേണ്ടത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതപ്പോൾ അറിയാൻ പറ്റും. ഇതിന് നമ്മൾ ബേസിക് വാലിഡേഷൻ എന്ന് പറയും. അടുത്തത് ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷൻ. ഇതെല്ലാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ടൈപ്പ് ചെയ്തത് ആവശ്യമായ സാധനം പിൻകോഡ് അടിക്കേണ്ട സ്ഥലത്ത് ഹൗസ് നെയിം അടിച്ചു വെച്ചു, പേര് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് അടിച്ചു വെച്ചു. ഡാറ്റ ഉണ്ടാകുന്ന നോക്കുമ്പോൾ ഉണ്ട്, empty അല്ല, പക്ഷേ തെറ്റായ ഡാറ്റയാണ്. അപ്പം എങ്ങനെ? സെക്കൻഡ്ലി, ദ ഡാറ്റ ദാറ്റ് ഈസ് എൻറ്റേർഡ് മസ്റ്റ് ബി ചെക്ക്ഡ് ഫോർ കറക്റ്റ് ഫോം ആൻഡ് വാല്യൂ. കറക്റ്റ് ഫോമിലും ആവശ്യമുള്ള ഇതിലുമാണോ ഡാറ്റ എൻ്റർ ചെയ്യുന്നുള്ളത് ചെക്ക് ചെയ്യലാണ് ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷൻ. സോറി. യുവർ കോഡ് മസ്റ്റ് ഇൻക്ലൂഡ് അപ്രോപ്രിയേറ്റ് ലോജിക് ടു ടെസ്റ്റ് കറക്റ്റ്നെസ് ഓഫ് ഡാറ്റ. ഇവിടെ നമ്മൾ ഡാറ്റ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ നമ്മൾ അതിൽ കോഡ് എഴുതുക തന്നെ വേണം, കറക്റ്റ് ലോജിക്കിൽ. ഇപ്പോൾ ഇമെയിൽ ID ചെക്കിങ് ആണെങ്കിൽ ഇമെയിൽ ID എൻ്റർ ചെയ്യാനുള്ള ഫീൽഡിൽ അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷൻ @ എന്നുള്ള സിമ്പിൾ വേണം, പിന്നെ ഒരു ഡോട്ട് എന്നുള്ള സിമ്പിൾ ക്യാരക്ടർ വേണം. @നും ഡോട്ടിനും ഇടയിൽ മിനിമം ഒരു ക്യാരക്ടറെങ്കിലും വേണം, അല്ലെങ്കിൽ 2. എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോർമാറ്റ് അത്. അതുപോലെ തന്നെ @ ഈ ഇമെയിൽ ID എൻ്റർ ചെയ്താൽ ആദ്യത്തെ ക്യാരക്ടർ ആവരുത്, നേരെ തുടങ്ങില്ലല്ലോ. നമ്മളുടെ പേര് @gmail.com തന്നെ വരിക. അപ്പോൾ @ ആദ്യത്തെ ഉണ്ടാവണം, പക്ഷെ അത് ആദ്യത്തേതാവരുത്. ഡോട്ട് ഉണ്ടാവണം, എന്നാൽ @നും ഡോട്ടിനും ഇടയിൽ മിനിമം ഇത്ര ക്യാരക്ടേഴ്സ് വേണം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കോഡ് എഴുതുക തന്നെ വേണം. ഓക്കെ, ഇമെയിലിനുള്ള ഫീൽഡ് ഉണ്ട്, ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പ്രശ്നം ചെക്ക് ചെയ്യും ഓട്ടോമാറ്റിക്. പക്ഷേ
നമ്മൾ സ്റ്റഡി പർപ്പസിന് വാലിഡേഷൻ എന്നുള്ളതിൽ നമ്മൾ സാധാരണ ടെക്സ്റ്റ് ഫീൽഡ് വെച്ച് തന്നെ റീഡ് ചെയ്തിട്ട് അത് ഇമെയിൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ, അല്ലാതെ HTML5 പലതും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ എലമെന്റ്സ് ഉണ്ട്, ഇമെയിൽ ഐ ഡിക്കുള്ളത്, നമ്പറിനുള്ളതൊക്കെ ഉണ്ട്. നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യും. നമ്പർ അല്ലാതെ വേറെ ഒന്നും അടിക്കാൻ പറ്റാത്ത ഇൻപുട്ട് ഫീൽഡുകളുണ്ട്. പക്ഷേ ഇതല്ല പറയുന്നത്. വാലിഡേഷൻ എന്ന് പറയുന്നത് സാധാരണ ടെക്സ്റ്റ് ഫീൽഡ് വെച്ചാലും ഏത് വെച്ചാലും തെറ്റാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് തെറ്റി അടിച്ചിട്ടുണ്ടോ. ചില സമയത്ത് നമുക്ക് ഈ പറഞ്ഞത് വെക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ നമ്പർ മാത്രം വെച്ചിട്ടുള്ളത് അടിക്കാൻ സുഖം. ഇപ്പോൾ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നിടത്ത് ഇതിൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു അപ്പ് ആരോ ഡൗൺ ആരോ ഉള്ള ഒരു ഇതാണ് വരിക. അപ്പോൾ അതിനകത്ത് 0 തുടങ്ങി 1 അപ്പ് അടിച്ച് പോയാൽ 1 2 3 4 5 എന്നും പറഞ്ഞിട്ടാണ് ഇൻക്രീസ് ചെയ്ത് പോവുക. അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിക്കണമെങ്കിൽ എത്ര പ്രാവശ്യം അത് ക്ലിക്ക് ചെയ്ത് പോകണം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവിടെ ടെക്സ്റ്റ് ഫീൽഡ് വെക്കും. ടെക്സ്റ്റ് ഫീൽഡ് വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്പർ മാത്രമല്ല ക്യാരക്ടേഴ്സും അടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ വാലിഡേഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, വേറെ വഴികളുണ്ട്. കോഡ് എഴുതാതെ വേറെ ഈ പറഞ്ഞ രീതിയിൽ നമ്പർ നേരിട്ട് അടിച്ച് നമ്പർ മാത്രം എൻ്റർ ചെയ്യാൻ പറ്റുന്ന വെക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ സിലബസിൻ്റെ പാർട്ടായിട്ട് പഠിക്കാനായിട്ട് ടെക്സ്റ്റ് ഫീൽഡ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനൊക്കെ ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ വേറെ ഒന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ മതി നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഫോർമാറ്റ് വാലിഡേഷനാണ് രണ്ടാമത്തെ ടൈപ്പിൽ വരുന്നത്, ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷൻ. ആദ്യത്തേത് അപ്പോൾ വാലിഡേഷൻ എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. ഫോം വാലിഡേഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് ഡാറ്റ വാലിഡേഷൻ എന്നാണ് സിലബസിൽ കിടക്കുന്നത്. ഫോം വാലിഡേഷൻ എന്നൊക്കെ പറയും. ഇതെല്ലാം ജാവാസ്ക്രിപ്റ്റിൻ്റെ മെയിൻ അട്രാക്ഷൻ അത് തന്നെയാണ്. ക്ലയൻറ്റ് സൈഡിൽ വർക്ക് ചെയ്യുന്നത് മെയിനായിട്ട് ഈ ഫോം വാലിഡേഷൻ ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിൽ 2 ടൈപ്പ് വാലിഡേഷൻ ഉണ്ട്, ബേസിക് വാലിഡേഷനും ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷനും. ബേസിക് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ആവശ്യമായ എല്ലാ ഫോം എലമെൻസിലും എല്ലാ ആവശ്യമായ ഫീൽഡുകളും ഡാറ്റ കൊടുത്തിട്ടുണ്ടോ, ടൈപ്പ് ചെയ്തിട്ടുണ്ടോ, എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ്. അതല്ലെങ്കിൽ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യലാണ് ബേസിക് വാലിഡേഷൻ. രണ്ടാമത്തെ ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ എം ടി അല്ലെങ്കിൽ എന്തോ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അത് കറക്റ്റ് ആവശ്യമുള്ള സാധനമാണോ. ഇമെയിൽ ഐ ഡി അടിക്കേണ്ട അടുത്ത് ഇമെയിൽ ഐ ഡി തന്നെയാണ് അടിച്ചിരിക്കുന്നത്. പിൻകോഡ് അടിക്കേണ്ട അടുത്ത് നമ്പറിന് പകരം ക്യാരക്ടേഴ്സാണ് അടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിൻകോഡിന് 6 ഡിജിറ്റ് ഉണ്ടെങ്കിൽ 6 ഡിജിറ്റും വന്നിട്ടുണ്ടോ, 5 ഡിജിറ്റുള്ള നമ്പറാണോ അല്ലെങ്കിൽ 3 ഡിജിറ്റുള്ള നമ്പറാണോ എന്നൊക്കെ ഇതെല്ലാം ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷനിൽ വരുന്നതാണ്. ഇത് നമ്മൾ ഒരു വാലിഡേഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ആദ്യം കാണിക്കുന്നത്. ഒരു ഹെഡിങ്, ഒരു ടൈറ്റിൽ, ഫോം വാലിഡേഷൻ, സ്ക്രിപ്റ്റ് വെച്ചു. സ്ക്രിപ്റ്റിൻ്റെ അകത്ത് നമ്മളൊരു ഫംഗ്ഷൻ എഴുതി വെച്ചു, ഫോം വാലിഡേഷൻ കോഡ് വിൽ കം ഹിയർ. അതിൻ്റെ അകത്തൊരു ഫംഗ്ഷൻ എഴുതിയിട്ട് നമ്മൾ അതിൻ്റെ അകത്താണ് ഫോം വാലിഡേഷൻ കോഡ് എഴുതുക. ഇനി ഈ ഫോമിനകത്ത് നമ്മൾ ഫോമിൻ്റെ ആക്ഷൻ ആ PHP ഫയൽ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് വെച്ചിട്ടുണ്ട്. നെയിം നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ ഗെറ്റ് എലമെൻറ്റ് ബൈ ID, ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID വഴി ഫോം നമ്മുടെ വെബ് പേജിലുള്ള ഏത് എലമെൻറ്റും, ഫോമായാലും ടേബിളായാലും ഏത് എലമെൻറ്റും നമുക്ക് സെലക്ട് ചെയ്യാം. പാരഗ്രാഫ്, ഹെഡിങ് ഏതും സെലക്ട് ചെയ്യാം. അതിൻ്റെ വാല്യൂ ഒക്കെ എടുക്കാം. നെയിം കൊടുത്താൽ നമുക്ക് ആ പേര് ഡയറക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എടുക്കാം. അതെങ്ങനെയാണെന്നുള്ള താഴെ വരുന്നുണ്ട്, കാണാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടിയാണ് ഇവിടെ നെയിം കൊടുത്തത്. ഈ ഫോമിനൊരു പേര് കൊടുത്തു, നെയിം ഈക്വൽ ടു മൈ ഫോം. പക്ഷെ ഇവിടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ID യുണീക്കായിരിക്കും. ഒരു എലമെൻറ്റിന് ഒരു ID കാണുള്ളൂ. നെയിം എന്നുള്ളത് നമുക്ക് ഇതേ പേര് തന്നെ വേറെ ഒന്നിനും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോഡിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ നെയിം വെച്ച് ആക്സസ് ചെയ്യുമ്പോൾ ഏത് ഫോമാണ് എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ പ്രോഗ്രാമർ ശ്രദ്ധയോടെ വേണം അത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നെയിം മൈ ഫോം എന്ന് കൊടുത്തു. ഇതിൻ്റെ ഓൺ സബ്മിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഓൺ സബ്മിറ്റിൽ റിട്ടേൺ എന്ന് പറഞ്ഞൊരു വാലിഡേറ്റ് ഫംഗ്ഷനെ കോൾ ചെയ്തു. ഈ വാലിഡേറ്റ് ഫംഗ്ഷനാണ് ഈ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഇവിടെ എഴുതി വെക്കുക. ഫോം വാലിഡേഷൻ്റെ കോഡ് അവിടെ എഴുതി വെക്കുക. ഈ വാലിഡേറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ പറഞ്ഞ ഫോമിൻ്റെ അകത്തുള്ള ഓരോ ഐറ്റവും എടുക്കും. അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് 0 ആണോ എം ടി ആണോ എന്നാണ് നോക്കുക. ഇത് ബേസിക് വാലിഡേഷനാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ടേബിൾ ഇതൊക്കെ കണ്ട് പേടിക്കണ്ട. ഫോം അലൈൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അതായത് ഒരേ ലെവലിൽ വരണമല്ലോ, അതിനുവേണ്ടി ആദ്യത്തെ റോയിൽ TR/TR, ആദ്യത്തെ റോയിൽ ആദ്യത്തെ കോളം TD എന്നാണ് നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് കാണിച്ചു. എന്നിട്ട് ഇൻപുട്ട് ടൈപ്പുകൾ അതിൻ്റെ നേരെ അടുത്ത TD എന്ന് പറഞ്ഞാൽ അടുത്ത കോളം, അതിൻ്റെ നേരെ അത് എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡ് കാണിച്ചു. അടുത്ത റോയിൽ ഇമെയിൽ എന്ന് കാണിച്ചു, അതിൻ്റെ നേരെ അത് എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡ് കാണിച്ചു. അപ്പോൾ ടേബിളായിട്ട് വെക്കുന്നത് അത് ഭംഗിയായിട്ട് അലൈൻ ചെയ്ത് വരാൻ വേണ്ടിയാണ്. ഇതെല്ലാം വെച്ചിട്ട് എല്ലാത്തിനും നോക്കുക, എല്ലാത്തിനും ഒരു പേര് വെച്ചിട്ടുണ്ട്. നെയിം എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡിൻ്റെ പേര് നെയിം തന്നെയാണ്, ക്യാപിറ്റൽ N.
ഇമെയിൽ എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡിൻ്റെ പേര് ഇമെയിൽ. സിപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അമേരിക്കൻ സ്റ്റൈലിലാണ് പറയുന്നത്. നമ്മുടെ പിൻകോഡ് എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡിൽ സിപ്പ് എന്ന് പേര് കൊടുത്തു, അല്ലെങ്കിൽ പിൻ എന്ന് പേര് കൊടുത്തു. അപ്പോൾ നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ആക്സസ് ചെയ്യാന്നുള്ള താഴെ നമുക്ക് കാണാം. ഇനി അടുത്തത് കൺട്രി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ബട്ടണാണ് വെച്ചിരിക്കുന്നത്, ചോയ്സ് അല്ലേ. ലിസ്റ്റ് താഴെ ഒരു ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് വരും. അതിൽ നിന്ന് ഏതെങ്കിലും ചൂസ് യുവേഴ്സ്, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആദ്യം തന്നെ കാണുന്നത് USA, UK, ഇന്ത്യ. ഓക്കെ, ഇതായിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുക. USA സെലക്ട് ചെയ്താൽ 1 എന്നുള്ള വാല്യൂ ആണ് കൺട്രി നെയിം അല്ലേ. ഈ പറഞ്ഞ ഈ സെലക്ടിൻ്റെ പേര് കൺട്രിയുടെ വാല്യൂ ആയിട്ട് പോകുന്നത് 1 ആയിരിക്കും. UK ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ വാല്യൂ ആയിട്ട് പോകുന്നത് 2 ആയിരിക്കും. ഇന്ത്യയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ വാല്യൂ ആയിട്ട് പോകുന്നത് 3 ആയിരിക്കും. ഒന്നും സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഇരിക്കുന്നത് ഇതാണ്, ചൂസ് യുവേഴ്സ്. അതിൻ്റെ വാല്യൂ -1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ യൂസർ എന്തെങ്കിലും സെലക്ട് ചെയ്തോ എന്നറിയാൻ നമുക്ക് എന്ത് നോക്കിയാൽ മതി, ഈ വാല്യൂ -1 ആണോ. -1 ആണെങ്കിൽ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ 1, 2, 3 ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് സെലക്ട് എന്നുള്ള ഇത് നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ കാര്യം ഒന്ന് ഓർക്കുക. സെലക്ട് ഓരോ ഐറ്റം വരാനായിട്ട് ഓപ്ഷൻ, അതിൽ ഫസ്റ്റത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വാല്യൂ -1 കൊടുത്തിട്ട് അത് സെലക്റ്റഡ് എന്ന് കഴിഞ്ഞാൽ എന്താ അർത്ഥം, ബൈ ഡിഫോൾട്ട് അതാണ് സെലക്റ്റഡ് ആയിട്ട് വരിക. അപ്പോൾ അത് യൂസർ ഫോം ലോഡ് ആകുമ്പോൾ അതിൽ കാണിക്കുക ചൂസ് യുവേഴ്സ്. ഈ USA, UK, ഇന്ത്യ എന്നുള്ളത് ഉള്ളിലായിരിക്കും. പുറമെ സെലക്റ്റഡ് ആയിട്ട് കാണിക്കുന്നത് ചൂസ് യുവേഴ്സ് എന്നായിരിക്കും. അത് നമ്മൾ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് താഴേക്ക് USA, UK, ഇന്ത്യ കാണിക്കുക. ഏറ്റവും മുകളിൽ ചൂസ് യുവേഴ്സ് ഉണ്ടാവും. നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു, അപ്പോൾ വാല്യൂ 3 ആയിട്ട് അത് സെലക്റ്റഡ് ആവും. അപ്പോൾ അങ്ങനെയാണ് അത് നടക്കുക. അത് അടുത്ത ടേബിളിൻ്റെ അവസാനത്തെ റോയിൽ അതും വെച്ചു, അല്ല തൊട്ട് മുമ്പത്തെ അവസാനത്തെ റോയിൽ ഒരു സബ്മിറ്റ് ബട്ടൺ മാത്രമേ ഉള്ളൂ. അതിൽ TD ആദ്യത്തെ കോളത്തിലൊന്നുമില്ല, ഡാറ്റ ഒന്നുമില്ല, വെറുതെ TD/TD. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കോളത്തിൽ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ വെച്ചു. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം. നെയിം എൻ്റർ ചെയ്യാനുള്ള നെയിമും അത് എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡും ആദ്യത്തെ റോ. രണ്ടാമത്തെ റോയിൽ ഇമെയിലും അത് എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡും രണ്ടാമത്തെ റോ. മൂന്നാമത്തെ റോയിൽ സിപ്പ് കോഡും അത് എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡും മൂന്നാമത്തെ റോ. നാലാമത്തെ റോയിൽ ആദ്യത്തെ കോളം കൺട്രി, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള കോളത്തിൽ ഒരു ഓപ്ഷൻ ബട്ടണാണ് വരിക. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഡൗൺ മെനു വരുമ്പോൾ അതിൽ നിന്ന് USA, UK, ഇന്ത്യ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പാകത്തിന് വരും. ഏറ്റവും അവസാനത്തെ റോയിൽ ആദ്യത്തെ കോളത്തിലൊന്നുമില്ല, രണ്ടാമത്തെ കോളത്തിൽ സബ്മിറ്റ് ബട്ടൺ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓൺ സബ്മിറ്റ് എന്നുള്ള ഇത് ട്രിഗർ ആവും. ഓൺ സബ്മിറ്റ് ട്രിഗർ ആയാൽ അതിൻ്റെ അകത്ത് എന്താ പറയുന്നത്, റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ഏതാ പറയുന്നത്, വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുക. അത് റിട്ടേൺ തരുന്ന വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് പറയുന്നത്. അത് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ട്രൂ എന്ന് പറഞ്ഞത് ഈ ഫോമിലേക്ക് റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ ഫോൾസ്. ട്രൂ റിട്ടേൺ ചെയ്താൽ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തത് വാലിഡ് ആണ്, അപ്പോൾ അത് ഈ പറഞ്ഞ ഡാറ്റ മുഴുവൻ അങ്ങോട്ട് പോകും. ഫോൾസ് ആണെങ്കിൽ പോവില്ല. അപ്പോൾ എപ്പോഴാണ് ഫോൾസ് അയക്കുക, ഈ വാലിഡേറ്റ് എന്നുള്ള കോഡിനകത്ത് നെയിം എന്നുള്ള ടെക്സ്റ്റ് ഫീൽഡിൽ എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ ഓക്കെ, അടുത്തത് നോക്കും. അതും ഉണ്ടെങ്കിൽ ഓക്കെ, അടുത്തത് നോക്കാം. ഏതെങ്കിലും ഒരെണ്ണം ഇല്ലെങ്കിൽ, ഇപ്പോൾ നെയിം എൻ്റർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇമെയിൽ ID എൻ്റർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സിപ്പ് കോഡ് എൻ്റർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കൺട്രി സെലക്ട് ഏതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ഉടനെ ഫോൾസ് എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താവും, ഇവിടെ വരുമ്പോൾ എൻ്റർ ചെയ്ത വാല്യൂവിൽ കുഴപ്പമുണ്ട്. അപ്പോൾ വീണ്ടും ഇത് സബ്മിറ്റായി പോവില്ല, എൻ്റർ ചെയ്യാനുള്ള ഇതവിടെ കാണിക്കാം. അതിന് മുമ്പ് ഫോൾസ് റിട്ടേൺ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും മെസ്സേജും കാണിക്കാം, ഇൻവാലിഡ് ഇമെയിൽ ID അല്ലെങ്കിൽ ഇൻവാലിഡ് പിൻ കോഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കാണിക്കുക. തിരിച്ച് വീണ്ടും ഫോം തന്നെ വരിക. യൂസർ അത് കറക്റ്റ് ചെയ്യുന്നു, വീണ്ടും സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും വാലിഡേറ്റ് ചെയ്യാൻ പോകുന്നു. എല്ലാം ഒക്കെ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഓൺ സബ്മിറ്റ് ട്രൂ ആവും. ഓൺ സബ്മിറ്റ് ട്രൂ ആയാൽ ഈ ഡാറ്റ മുഴുവൻ സെർവറിലേക്ക് പോകും. ഓക്കെ, ഇങ്ങനെയാണത് ചെയ്യുക. ഇനി വാലിഡേറ്റിനുള്ള ഫംഗ്ഷൻ്റെ കണ്ടന്റ് നമുക്ക് കാണണം, അല്ല. വാലിഡേറ്റിനുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതായിട്ട് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഓൺ സബ്മിറ്റ് റിട്ടേൺ വാലിഡേറ്റിനുള്ള ഫംഗ്ഷൻ്റെ കണ്ടന്റ് ഇവിടെ എഴുതിയിട്ടില്ല, അത് സ്ക്രിപ്റ്റായിട്ട് ഇവിടെ എഴുതുന്നു എന്നാണ് പറഞ്ഞത്. ആ ഫംഗ്ഷൻ താഴെ ഇത്തിരി വലിയ ഫംഗ്ഷൻ ആയതുകൊണ്ട് താഴെ എഴുതിയിട്ടുണ്ട്. ഫംഗ്ഷൻ വലുതെന്ന് പറഞ്ഞാലും സംഭവം ഈസിയാണ് പഠിക്കാനായിട്ട്. ആ സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗിനകത്ത് വരുന്നത് ഫംഗ്ഷൻ വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ വന്നു. ഫസ്റ്റ് ചെയ്യുക ഒരു ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വെച്ചിരിക്കുന്നത്. document.myform എന്ന് എവിടെ കണ്ടു, ഞാൻ പറഞ്ഞു പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ഡോക്യുമെൻറ്റിനകത്ത് നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് മൈഫോം എന്ന് പേരുള്ള എന്താ, ഈ ഫോം. മൈഫോമിനകത്ത് .നെയിം, ആ ഫോമിനകത്തുള്ളതാണ് ബാക്കിയെല്ലാം. നെയിം എന്തൊക്കെ പേരുകൾ നമ്മൾ കൊടുത്തു, നെയിം എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡിന് നെയിം കൊടുത്തത് നെയിം എന്നാണ്. ഇമെയിൽ ID എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡിന് നെയിം കൊടുത്തത് ഇമെയിൽ എന്നാണ്.
അടുത്തതിന് സിപ്പ് എന്ന് പേര് കൊടുത്തു, നാലാമത്തതിന് കൺട്രി എന്ന് പേര് കൊടുത്തു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇനി ഡാറ്റ ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി അല്ല, പകരം നേരെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നെയിം എന്നുള്ള ആട്രിബ്യൂട്ട് അവിടെ വെച്ചത്. ഓക്കെ, അപ്പോൾ ഡോക്യുമെന്റ് ഡോട്ട് മൈ ഫോം എന്ന് പറഞ്ഞാൽ ആ നെയിം എന്ന് പേരുള്ള ഫോം കിട്ടി, ഡോട്ട് നെയിം അതിനകത്തുള്ള നെയിം എന്നുള്ള ടെക്സ്റ്റ് ഫീൽഡ് കിട്ടി, ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ. അത് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്. ഇതൊരു എം ടി സ്ട്രിങ് ആണ് അല്ലേ, രണ്ട് ഡബിൾ കോഴ്സ് അടുത്ത് വന്നാൽ അതിൻ്റെ അകത്ത് ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല എന്നർത്ഥം, കണ്ടന്റ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് യൂസർ എൻ്റർ ചെയ്തിട്ടില്ല ആവശ്യമുള്ളത്, അപ്പോൾ ഫോൾസ് റിട്ടേൺ ചെയ്യണം. എന്നിട്ട് യൂസറോട് കറക്റ്റ് ഇത് എൻ്റർ ചെയ്യാൻ പറയണം. അതാണ് ഇവിടെ ഇഫിനകത്ത് പറയുന്നത്. അലർട്ട്, ഒരു അലർട്ട് മെസ്സേജ് വെച്ചു, പ്ലീസ് പ്രൊവൈഡ് യുവർ നെയിം എന്നുള്ള മെസ്സേജ് അവിടെ ഡിസ്പ്ലേ ചെയ്തു. എന്നിട്ട് തിരിച്ച് വരുന്നത് വെറുതെ തിരിച്ചു വരികയല്ല, അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഡോക്യുമെന്റ് ഡോട്ട് മൈ ഫോം ഡോട്ട് നെയിം ഡോട്ട് ഫോക്കസ് എന്നുള്ള ഫംഗ്ഷൻ, അതായത് നമ്മൾ ആ നെയിം എൻ്റർ ചെയ്യുന്ന സ്ഥലത്തേക്ക് മൗസ് ക്ലിക്ക് ചെയ്ത് അതിൽ പിന്നെ ടൈപ്പ് ചെയ്യുന്നത് അവിടെ വരും, അതിലേക്ക് ഫോക്കസ് കൊണ്ടുവന്നിട്ടാണ് വെച്ചിട്ട്. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അവിടെ ഇപ്പോൾ അവസാനം എൻ്റർ ചെയ്തപ്പോൾ സബ്മിറ്റ് ബട്ടണിലാണ് ഫോക്കസ്, തിരിച്ചു വരുമ്പോൾ ബട്ടണിലാണ് ഫോക്കസ് എങ്കിൽ അറിയാതെ എൻ്റർ അടിച്ചാൽ വീണ്ടും വാലിഡേറ്റ് ഫംഗ്ഷനിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റിൽ മൈ ഫോം എന്ന് പറഞ്ഞ ഫോമിൽ നെയിം എൻ്റർ ചെയ്യാനുള്ള ഫീൽഡിൻ്റെ പേരാണ്, ടെക്സ്റ്റ് ഫീൽഡിൻ്റെ പേരാണ് നെയിം. അതിൻ്റെ വാല്യൂ എം ടി ആണെങ്കിൽ അലർട്ട് മെസ്സേജ് കാണിച്ചു, നെയിം എൻ്റർ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് നേരെ ഫോക്കസ് അതിലേക്ക് കൊണ്ടുവന്നു, ആ നെയിം എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡിലേക്ക്. ഡോക്യുമെന്റ് ഡോട്ട് മൈ ഫോം ഡോട്ട് നെയിം, അതാണ് ആ ടെക്സ്റ്റ് ഫീൽഡ്, ഡോട്ട് ഫോക്കസ്, അതിനെ ഫോക്കസ് ചെയ്തു. എന്നിട്ട് റിട്ടേൺ ഫോൾസ്. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ റിട്ടേൺ പോകും, വേറെ ഒന്നും നോക്കണ്ട, താഴേക്കുള്ള ഒന്നും നോക്കില്ല. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കണ്ട ഉടനെ ഫംഗ്ഷൻ അവിടെ വെച്ച് റിട്ടേൺ അടിക്കും, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. താഴേക്കൊന്നും വരില്ല. ഫോൾസ് വന്നാൽ എന്ത് പറ്റും? ഫോൾസ് വന്നാൽ ഇവിടെ വാലിഡേറ്റ് എന്നുള്ള സ്ഥലത്ത് ഫോൾസ്, റിട്ടേൺ ഫോൾസ് ആവും. റിട്ടേൺ ഫോൾസ് കഴിഞ്ഞാൽ എന്താണ്, സബ്മിറ്റ് ചെയ്ത് പോയില്ല, പകരം ഫോം ഡിസ്പ്ലേ ചെയ്യും. പക്ഷേ ഫോം ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോക്കസ് എവിടെയായിരിക്കും? ഈ നെയിം എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഫീൽഡിൽ ടൈപ്പ് ചെയ്യാൻ പാകത്തിന് അവിടെയായിരിക്കും കഴ്സർ വന്നിട്ട് നിൽക്കുക. അതിന് കൂടി ചെയ്തിട്ടാണ് റിട്ടേൺ അടിച്ചിരിക്കുന്നത് അല്ലേ. ഡോക്യുമെന്റ് ഡോട്ട് മൈ ഫോം ഡോട്ട് നെയിം ഡോട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് റിട്ടേൺ ചെയ്തത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടെ എവിടെയാണ് മിസ്റ്റേക്ക് അവിടെ എൻ്റർ ചെയ്യാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടാണ് യൂസർക്ക് തിരിച്ച് ഫോം കൊടുക്കുന്നത്. ഓക്കെ, ഇനി അത് ഓക്കെയാണെന്ന് വിചാരിക്കുക. ഇവിടെ എം ടി അല്ല, എന്തെങ്കിലും ഉണ്ട്. എം ടി ആണെങ്കിലല്ലേ ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുള്ളൂ. എം ടി അല്ല, എന്തോ കൊടുത്തു. അപ്പോൾ നെയിം ഉണ്ടെങ്കിൽ അടുത്ത് നോക്കും ഇമെയിൽ ഡോട്ട് വാല്യൂ, ഇമെയിൽ ഡോട്ട് വാല്യൂ ഈക്വൽ ടു എം ടി. ഇവിടെ നോക്കുന്നത് ബേസിക് വാലിഡേഷൻ ആണെന്നുള്ളത് ഓർക്കണം. ഇമെയിൽ കറക്റ്റ് ഫോർമാറ്റിലാണോ എന്നുള്ളത് പിന്നീടാണ് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇമെയിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് എം ടി ആണോ എന്ന് നോക്കും. സെയിം കണ്ടന്റ് ഒക്കെ തന്നെ, പ്രൊവൈഡ് യുവർ ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കാണിക്കും. ഫോക്കസ് അങ്ങോട്ട് കൊണ്ടുവരും, ഡോക്യുമെന്റ് ഡോട്ട് മൈ ഫോം ഡോട്ട് ഇമെയിൽ ഡോട്ട് ഫോക്കസ്, ഇമെയിലിലേക്ക് ഫോക്കസ് കൊണ്ടുവരും. എന്നിട്ട് ഫോൾസ് റിട്ടേൺ ചെയ്യും. ഫോൾസ് റിട്ടേൺ ചെയ്യുമ്പോൾ ഓൺ സബ്മിറ്റിൽ ഫോൾസ് ആകുമ്പോൾ വീണ്ടും ഫോം ഡിസ്പ്ലേ ചെയ്യും. പക്ഷേ ഇപ്പോൾ ഫോക്കസ് എവിടെയാണ്? ഇവിടെ നിന്നാണ് റിട്ടേൺ പോയതെങ്കിൽ ഫോക്കസ് എവിടെയായിരിക്കും? ഇമെയിൽ എന്ന് പറഞ്ഞ സെക്ഷനിലായിരിക്കും. നെയിം എന്നുള്ളത് ഓക്കെയാണ്, അവിടെ എൻ്റർ ചെയ്യേണ്ട. ഇമെയിൽ എന്നുള്ളത് എൻ്റർ ചെയ്യാൻ പാകത്തിന് ഫോക്കസ് വെച്ചിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സിപ്പ് കോഡ്. സിപ്പ് കോഡിന് 3 കാര്യങ്ങൾ നോക്കണം. ഇവിടെ എം ടി ആണോ എന്ന് ബേസിക് വാലിഡേഷൻ ആണെങ്കിലും സിപ്പ് കോഡിന്റെ കാര്യത്തിൽ ബേസിക് വാലിഡേഷൻ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടി കടന്നുള്ള വാലിഡേഷൻ അവിടെ ചെയ്യുന്നുണ്ട്. അതായത് എം ടി ആണോ എന്ന് നോക്കുക. എം ടി ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഓർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ആണെങ്കിൽ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത എന്താണ്, ഈസ് എൻ എ എൻ. ഈസ് എൻ എ എൻ എന്നുള്ളത് ഒരു ഫംഗ്ഷനാണ് ജാവാസ്ക്രിപ്റ്റിലുള്ള. ഈസ് നോട്ട് എ നമ്പർ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്പർ അല്ലെങ്കിൽ, അതായത് നമ്മൾ എ ബി സി ഡിയോ ക്യാരക്ടർ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്പർ അല്ലല്ലോ. അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചത് എം ടി ആണെങ്കിൽ ഓക്കെ, അപ്പോൾ തന്നെ അത് റിട്ടേൺ ഫോൾസ് ചെയ്യണം. ഇനി എം ടി അല്ലെങ്കിൽ എന്താണ്, നമ്പർ ആണോ എന്നാണ് അടുത്ത് നോക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന വാല്യൂ ഡോക്യുമെന്റ് ഡോട്ട് മൈ ഫോം ഡോട്ട് സിപ്പ് കോഡ് എൻ്റർ ചെയ്യാൻ അല്ലെങ്കിൽ പിൻ കോഡ് എൻ്റർ ചെയ്യാനുള്ള ആ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ പേര് നെയിമായിരുന്നു സിപ്പ്. അതിൻ്റെ വാല്യൂ യൂസർ ടൈപ്പ് ചെയ്ത് വെച്ച വാല്യൂ ഈസ് നോട്ട് എ നമ്പർ അല്ലെങ്കിൽ അപ്പോഴും ഇത് ട്രൂ ആവും, ഈ പറയുന്ന സംഭവം വർക്ക് ചെയ്യും. ഇനി അതുമല്ല, നമ്പറും ആണ്, എം ടി അല്ല നമ്പറും ആണ്, പക്ഷേ നമ്പറിൻ്റെ ലെങ്ത്ത് 5 ഡിജിറ്റ്. ഇപ്പോൾ ഇതിപ്പോൾ അവിടുത്തെ സ്റ്റൈലിലാണ് പറയുന്നത് 5 ഡിജിറ്റ്, നമ്മളത് 6 ഡിജിറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ. നമ്മുടെ പിൻകോഡ് 6 ഡിജിറ്റ്, അപ്പോൾ നമ്മൾ 6 എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ അതിൻ്റെ ലെങ്ത്ത് ഡോക്യുമെന്റ് ഡോട്ട് മൈ ഫോം ഡോട്ട് സിപ്പ് ഡോട്ട് വാല്യൂ ഡോട്ട് ലെങ്ത്, വാല്യൂ ഇതൊക്കെ ഉപയോഗിക്കാൻ പഠിക്കുക കേട്ടോ. നമ്മൾ സിപ്പ് കോഡ് എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റ് ഫീൽഡിന് ആ പേര് വെച്ചിട്ട് ആക്സസ് ചെയ്തു. ഡോട്ട് വാല്യൂ, അതിൻ്റെ വാല്യൂ ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ വാല്യൂവിൻ്റെ ലെങ്ത്ത് നോട്ട് ഈക്വൽ ടു 5 അല്ലെങ്കിൽ
ഇപ്പോൾ നമ്മുടെ പിൻകോഡ് ആണെങ്കിൽ 6 കുറയാനും പറ്റില്ല കൂടാനും പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ സിപ്പ് കോഡ് ആണെങ്കിൽ 5 കൂടാനും കുറയാനോ പറ്റില്ല. അപ്പോൾ ഇതിൽ ഏത് സംഭവിച്ചാലും ഒന്നുകിൽ എം ടി ആണെങ്കിൽ, ഇനി എം ടി അല്ലെങ്കിൽ അത് നമ്പർ അല്ലാതെ ക്യാരക്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്പറും എം ടിയോ അല്ല നമ്പറും ആണ് പക്ഷെ 5 ഡിജിറ്റ് അല്ലെങ്കിൽ, ഇതിൽ മൂന്നിൽ ഏത് സാധാരണ ഓറിട്ട് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ ഈ ഭാഗം വർക്ക് ചെയ്യും. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് അലർട്ട് പ്ലീസ് പ്രൊവൈഡ് എ സിപ്പ് കോഡ് ഇൻ ദ ഫോർമാറ്റ് ###. ഇങ്ങനെ ഹാഷ് റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറിനെയാണ്. 5 ഹാഷ് ഇട്ടാൽ അർത്ഥം 5 ഡിജിറ്റുകൾ ആ ഫോർമാറ്റ്, 5 ഡിജിറ്റാണ് ഇതിൻ്റെ ഫോർമാറ്റ്, അങ്ങനെ വേണം സിപ്പ് കോഡ് എൻ്റർ ചെയ്യുക എന്നുള്ളത് യൂസറോട് പറഞ്ഞു കൊടുക്കുന്നു. അലർട്ട് മെസ്സേജ് കാണിക്കും. ഹാഷ് ഇട്ട് കഴിഞ്ഞാൽ അർത്ഥം നമ്പറാണ്. ഓക്കെ, എന്നിട്ട് document.zip.focus സിപ്പ് കോഡ് എൻ്റർ ചെയ്യാനുള്ളതിലേക്ക് ഫോക്കസ് കൊണ്ടുവന്നു, റിട്ടേൺ ഫോൾസ് ചെയ്തു അല്ലേ. ഇപ്പം കിട്ടിയത് തെറ്റായത് കൊണ്ടാണ് ഇതിൻ്റെ അകത്തേക്ക് വന്നത്, അതുകൊണ്ട് റിട്ടേൺ ഫോൾസ് ആണ് ചെയ്യേണ്ടത്. ഫോൾസ് ആക്കുന്നതിന് മുമ്പ്, റിട്ടേൺ ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഫോക്കസ് കൊണ്ടുവന്ന് അതിന് മുമ്പ് ഒരു മെസ്സേജും ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഫോർമാറ്റ് അത് കാണിച്ചു. ഇനി അടുത്തത് ഇതും ഒക്കെയാണെന്ന് വിചാരിക്കുക. ഇതും ഒക്കെ ആണെങ്കിൽ ഇവിടെ വെച്ചും റിട്ടേൺ പോവില്ല. എവിടെ വരും? കൺട്രി എന്നുള്ളടത്ത് വരും. ഇഫ് document.myform.country, കൺട്രിയിൽ നിന്ന് നമ്മൾ നെയിമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുക, അത് ക്രിയേറ്റ് ചെയ്തെടുത്ത് നോക്കുക. ഈ സെലക്ട് എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ നെയിമാണ് കൺട്രി. അതിൻ്റെ വാല്യൂ country.value എന്ന് പറഞ്ഞാൽ -1 ആണെങ്കിൽ എന്താ അർത്ഥം? ചൂസ് യുവേഴ്സ് എന്നുള്ള ഓൾറെഡി സെലക്ട് ആയി കിടന്നതാണ് ഇപ്പോഴും സെലക്ഷൻ. കൺട്രി ഈ യൂസർ ശരിക്കുള്ള കൺട്രി യൂസർ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇഫ് document.myform.country.value equal to പറഞ്ഞ കണ്ടീഷൻ ചെക്ക് ചെയ്യും. -1 ആണെങ്കിൽ എന്താ അർത്ഥം? ബൈ ഡീഫോൾട്ട് കിടന്ന ചൂസ് യുവേഴ്സ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും സെലക്ഷൻ. യൂസർ അതിൻ്റെ അകത്ത് പോയി ഒന്ന് US-ഓ UK-യോ ഇന്ത്യയോ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അത് ഇൻവാലിഡ് ആയിട്ടുള്ള കൺട്രിയാണ് അല്ലേ, ചൂസ് യുവേഴ്സ് എന്നുള്ളത്. അപ്പോൾ അലർട്ട് മെസ്സേജ് കാണിച്ചു, പ്ലീസ് പ്രൊവൈഡ് യുവർ കൺട്രി. റിട്ടേൺ ഫോൾസ് റിട്ടേൺ ചെയ്യുക, തിരിച്ച് ഫോൾസ് റിട്ടേൺ ചെയ്യുക. ഇത് ഈ സെലക്ഷൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഫോക്കസ് കൊടുക്കാൻ പറ്റാത്ത എലമെൻ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് അവിടെ ഫോക്കസ് എന്നുള്ള ഐറ്റം വരാത്തത്. നിങ്ങൾ കൊടുത്തു നോക്കുക എന്താ സംഭവിക്കാമെന്ന് നോക്കുക. ഓക്കെ, ഞാൻ റിട്ടേൺ ചെയ്ത് ഫോൾസ് റിട്ടേൺ ചെയ്താൽ വീണ്ടും ഫോം വരും. അതിൻ്റെ അകത്ത് ഈ മെസ്സേജ് ഓൾറെഡി യൂസർക്ക് കിട്ടിയിട്ടുണ്ടാവും, പ്രൊവൈഡ് യുവർ കൺട്രി. ബാക്കിയെല്ലാം ഓക്കെയാണ്, പ്രൊവൈഡ് യുവർ കൺട്രി എന്ന് കൊടുത്തിട്ടുണ്ടാവും. യൂസർ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ട് കൺട്രി സെലക്ട് ചെയ്യും, വീണ്ടും സബ്മിറ്റ് ക്ലിക്ക് ചെയ്യും. ഇനി എവിടെയും പ്രശ്നമില്ലാന്ന് വിചാരിച്ചു. ഇവിടെ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് റിട്ടേൺ അടിച്ച് പോകും. എവിടെ ഇല്ലെങ്കിൽ അവസാനം എവിടേക്ക് വരും? ഈ പറഞ്ഞ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. ഇവിടെ എന്താണ്? റിട്ടേൺ ട്രൂ. ബാക്കി മുകളിലുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും പിടിച്ചില്ല, തെറ്റുകളാണ് അവിടെ കണ്ടുപിടിക്കുക അല്ലേ. ഓരോ സ്റ്റേറ്റ്മെൻറ്റും തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് അല്ലേ, കുറ്റം പറയാൻ വേണ്ടി മാത്രം അല്ലേ. ഓരോ സ്റ്റേറ്റ്മെൻറ്റും തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോന്നിലും ഇത് എം ടി, ഇത് ഇമെയിലിൻ്റെ വാല്യൂ എം ടി ആണോ, സിപ്പ് കോഡ് എം ടി ആണോ, അല്ലെങ്കിൽ അതിനകത്ത് നമ്പർ അല്ലേ, അതിൻ്റെ 5 ഡിജിറ്റ് ഇല്ലേ, ഇങ്ങനെയുള്ള തെറ്റുകൾ കണ്ടുപിടിക്കുക. എവിടെയും തെറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ അർത്ഥം? ഇതൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തേക്ക് പോവില്ല, പകരം ഇവിടെ എത്തും. ഇവിടെ എന്താണ്? റിട്ടേൺ ട്രൂ. റിട്ടേൺ ചെയ്താൽ ഓൺ സബ്മിറ്റ് എന്നുള്ളത് ട്രൂ ആവും. ഓൺ സബ്മിറ്റ് എന്നുള്ളത് ഇവിടെ റിട്ടേൺ ട്രൂ ആവും. റിട്ടേൺ ട്രൂ ആയാൽ ഈ കിട്ടിയ ഡാറ്റ മുഴുവൻ സെർവറിലേക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺ സബ്മിറ്റ് വെച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തെറ്റോ ശരിയോ ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കാതെ നേരെ എല്ലാ ഡാറ്റയും സെർവറിലേക്ക് പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് മുമ്പ് ഒരു ചെക്കിംഗ് പോയിന്റ് വെച്ചു, ഓൺ സബ്മിറ്റ് വെച്ചിട്ട് ഫോമിനകത്ത്, ഫോം എന്നുള്ള ടാഗിലാണ് വീണ്ടും പറയുന്നത്, ഓർത്ത് വെക്കുക. ഫോം എന്നുള്ള ടാഗിൽ ഓൺ സബ്മിറ്റ് വെച്ചിട്ട് ഒരു വാലിഡേറ്റിനുള്ള ഫംഗ്ഷൻ വിളിച്ചു, അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ റിട്ടേൺ ചെയ്തു. ട്രൂ ആണെങ്കിൽ ട്രൂ, അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ ഫോൾസ്. അത് വെച്ചിട്ട് അത് ട്രൂ ആണെങ്കിൽ മാത്രമേ ഡാറ്റ അങ്ങോട്ട് സെർവറിലേക്ക് പോവുകയുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും ഈ ഫോം പഴയ പോലെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് അലർട്ട് മെസ്സേജ് വഴി ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ യൂസർക്ക് മനസ്സിലായി എന്താണ് മിസ്റ്റേക്ക് എന്ന്. എന്നിട്ട് അത് എൻ്റർ ചെയ്യാനുള്ള ആ സ്ഥലത്ത് ഫോക്കസ് കൊണ്ടുവരുന്നു. എന്നിട്ട് ആണ് റിട്ടേൺ ഫോൾസ് ചെയ്യുക. അപ്പോൾ അവിടെ വരും, യൂസർ ടൈപ്പ് ചെയ്യും. നിങ്ങളത് ഒന്നും എൻ്റർ ചെയ്തില്ല, ഒന്നും എൻ്റർ ചെയ്യാതെ സബ്മിറ്റ് ചെയ്തെങ്കിൽ ആദ്യം തന്നെ എന്ത് പറ്റും? നെയിം എം ടി ആണെന്ന് കാണും. ഉടനെ എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കാണിക്കും. നെയിമിൽ ഫോക്കസ് വരും, നെയിം ടൈപ്പ് ചെയ്യും. ബാക്കി ഒന്നും എൻ്റർ ചെയ്തില്ല, വീണ്ടും സബ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം ചെക്കിങ് വരുമ്പോൾ നെയിമിൻ്റെ ഭാഗം ഓക്കെയാണ്. അപ്പോൾ ഇമെയിൽ നോക്കി എം ടി ആണെന്ന് കണ്ടപ്പോൾ ഇമെയിലിൻ്റെ അലർട്ട് മെസ്സേജ് പോകും. കറക്റ്റ് ഇമെയിൽ കൊടുക്കാൻ പറയും, അവിടെ ഫോക്കസ് വരും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എന്ത് വന്നാലും കറക്റ്റ് ഡാറ്റ മുഴുവനായിട്ട് എൻ്റർ ചെയ്തിട്ട് റിട്ടേൺ ട്രൂയുടെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോം ബേസിക് വാലിഡേഷൻ.
ഇപ്പോൾ ഇവിടെ ബേസിക് വാലിഡേഷൻ അല്ലാത്തൊരു പാർട്ട് വന്നത് ഈ സിപ്പ് കോഡിൻ്റെ മാത്രമാണ്. കാരണം അതിനുവേണ്ടി വേറെ ഫംഗ്ഷൻ വെക്കേണ്ട, 2 ഓർ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാൽ കണ്ടുപിടിക്കാം എന്നുള്ളത് കൊണ്ട് അത് അവിടെ തന്നെ വെച്ചു എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ബേസിക് വാലിഡേഷൻ ആണ്. ഇമെയിൽ കണ്ടന്റ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ഇമെയിൽ അതേ ഫോർമാറ്റിലാണോ എന്ന് നോക്കുന്നില്ല. ഇനി ഇമെയിലിൽ ബേസിക് വാലിഡേഷൻ വേണം, അല്ല രണ്ടാമത്തെ വാലിഡേഷൻ ടൈപ്പ് എന്താണ്? ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷൻ അല്ലേ. ബേസിക് വാലിഡേഷനും ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷനും. ഇപ്പോൾ നോർമലി ചെയ്യുന്നത് ബേസിക് വാലിഡേഷൻ ആദ്യം ചെയ്യും, അതിൽ എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് എൻ്റർ ചെയ്യാൻ വേണ്ടി എൻ്റർ ചെയ്യിക്കും, അതിനുശേഷമാണ് ഫോർമാറ്റ് വാലിഡേഷന് കോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷനിലേക്കാണ് പോവുക. അപ്പോൾ ഡാറ്റ ഫോർമാറ്റ് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇമെയിൽ വാലിഡേറ്റ് ചെയ്യാൻ വാലിഡേറ്റ് ഇമെയിൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. വാലിഡേറ്റ് ഇമെയിൽ എന്നൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് എവിടെ എഴുതും, അല്ലെങ്കിൽ അതിനെ എവിടെ കോൾ ചെയ്യും? എഴുതുന്നത് നമുക്കറിയാം, സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗിൻ്റെ അകത്ത് ബേസിക് വാലിഡേഷന് വേണ്ടി വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ വെച്ചു. ഇമെയിൽ വാലിഡേറ്റിന്, ഇമെയിലിൻ്റെ ഡാറ്റ ഫോർമാറ്റ് വാലിഡേറ്റ് ചെയ്യാൻ വാലിഡേറ്റ് ഇമെയിൽ എന്നൊരു ഫംഗ്ഷൻ, 2 ഫംഗ്ഷൻ എഴുതി വെച്ചു. ഓക്കെ, എവിടെയാണ് അത് കോൾ ചെയ്യുക? ഈ വാലിഡേഷന് കോൾ ചെയ്തത് ഓൺ സബ്മിറ്റ് എന്നുള്ളതിൽ കോൾ ചെയ്തു അല്ലേ. ഓൺ സബ്മിറ്റ് എന്നുള്ളതിൽ ഇതിനെ വാലിഡേറ്റ് എന്നുള്ള ഇതിനെ കോൾ ചെയ്തു. നമ്മൾ ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷൻ എവിടെ കോൾ ചെയ്യും? ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ട് പറഞ്ഞാൽ ഇമെയിൽ ചെക്ക് ചെയ്യണം. ഇതിനകത്ത് ഇഫ് അല്ലേ, ഇത് ചെക്ക് ചെയ്യുമ്പോൾ എം ടി ആണോ എന്നാണ് നോക്കുന്നത്. എം ടി അല്ലെങ്കിലല്ലേ നമുക്ക് എന്ത് കോൾ ചെയ്യേണ്ടുള്ളൂ? ഡാറ്റ ഫോർമാറ്റ് വാലിഡേറ്റ് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളൊരു എൽസ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി വെക്കും. ഇഫ് കഴിഞ്ഞിട്ടൊരു എൽസ്, അതായത് എം ടി അല്ലെങ്കിൽ വാലിഡേറ്റ് ഇമെയിൽ എന്നുള്ളതിനെ കോൾ ചെയ്യും. അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമ്മളിവിടെ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഇമെയിൽ ഐ ഡി വാലിഡേഷൻ കറക്റ്റ് ആണെങ്കിൽ, ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്തിരിക്കുന്ന കറക്റ്റ് ഫോർമാറ്റിലാണെങ്കിൽ അത് ട്രൂ എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ചെയ്യും. അതായിരിക്കും നമ്മളിവിടെ നിന്ന് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് നമ്മൾ കോൾ ചെയ്ത് ഓൺ സബ്മിറ്റിലേക്ക് കൊടുക്കുന്നത്. അതായിരിക്കും ഇത് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ബേസിക് വാലിഡേഷൻ കഴിഞ്ഞു. ഇനി ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷൻ ആണ്. ഇവിടെ അതിനു വേണ്ടി ഇവിടെ പറയുന്ന കണ്ടീഷൻ നോക്കുക. ഈ കണ്ടീഷൻ തന്നെയാണ് കറക്റ്റ് ഇമെയിൽ ഐ ഡി എന്നൊന്നും ഞാൻ പറയില്ല. ഇവിടെ പറയുന്നത് ഹൗ ടു വാലിഡേറ്റ് ആൻ എൻറ്റേർഡ് ഇമെയിൽ. ആൻ ഇമെയിൽ അഡ്രസ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് ഒരു @ സിമ്പിൾ വേണം ആൻഡ് എ ഡോട്ട്. ഒരു @ സിമ്പിളും വേണം, ഒരു ഡോട്ടും വേണം. ഇനി അറ്റ് മസ്റ്റ് നോട്ട് ബി ദ ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ദ ഇമെയിൽ അഡ്രസ്. ഇമെയിൽ അഡ്രസ്സിന്റെ ഫസ്റ്റ് ക്യാരക്ടറായിട്ട് എന്തായാലും അറ്റ് വരില്ല. @gmail എന്ന് പറഞ്ഞ ഒരു ഇമെയിൽ ഐ ഡി സ്റ്റാർട്ട് ചെയ്യില്ല. എന്തെങ്കിലും പേര് @gmail.com അങ്ങനെയാണ് വരിക അല്ല. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറായിട്ട് അറ്റ് വരാൻ പാടില്ല, എന്നാൽ മിനിമം ഒരു അറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ലാസ്റ്റ് ഡോട്ട് ഒന്നിലധികം വരാം. ചില ഇമെയിൽ ഐ ഡി കണ്ടിട്ടില്ല, ഉണ്ട് kusat.ac.in എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. ഒരാളുടെ പേര് @kusat.ac. കുസാറ്റിൻ്റെ അക്കാഡമിക്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 2-3 ഡോട്ടുകളൊക്കെ വരാം. പക്ഷെ ലാസ്റ്റത്തെ ഡോട്ട് എന്നുള്ളത് ഈ @ സിമ്പലിനും ലാസ്റ്റത്തെ ഡോട്ടിനും ഇടയിൽ ഒരു മിനിമം ഒരു ക്യാരക്ടറെങ്കിലും വേണം. അതായത് ഒരു ഇമെയിൽ ഐ ഡിയിലും abc@.com എന്ന് വരരുത്. അറ്റ് കഴിഞ്ഞ് ഉടനെ ഡോട്ട് വരരുതെന്ന് അർത്ഥം. @a.com എന്നോ എങ്ങനെയാണെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ ഇമെയിൽ ഐ ഡി, ഇമെയിൽ പ്രൊവൈഡറിൻ്റെ പേരിൽ ഇപ്പോൾ ജിമെയിലിനുള്ളതിൽ 4 അക്ഷരമുണ്ട്, GMAIL 5 അക്ഷരമുണ്ട്. ചില ഇമെയിൽ പ്രൊവൈഡർ ഇപ്പോൾ B അല്ലെങ്കിൽ A എന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ പ്രൊവൈഡർ വന്നു എന്ന് വിചാരിക്കുക, a.com. അപ്പോൾ അവിടെ abcd@a.com. അപ്പോൾ അറ്റിനും ഡോട്ടിനും ഇടയിൽ മിനിമം ഒരു ക്യാരക്ടറെങ്കിലും വേണം എന്നുള്ളതാണ് ഇവർ ചെക്ക് ചെയ്യുന്നത്. അത് ചെക്ക് ചെയ്യാനുള്ള വാലിഡേഷൻ പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കാം, ഇതിൽ കാര്യമായ ഇതൊന്നുമില്ല. എല്ലാത്തിനും ഈ പറഞ്ഞ ജാവാസ്ക്രിപ്റ്റിൽ ഫങ്ഷൻസ് ഉണ്ട്, നമ്മളതെടുത്ത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വാലിഡേറ്റ് ഇമെയിൽ എന്നുള്ള ഫംഗ്ഷൻ എഴുതുകയാണ്. അതിൻ്റെ അത് ഒരു വേരിയബിൾ വെച്ചു, ഇമെയിൽ ഐ ഡി. യൂസർ എൻ്റർ ചെയ്ത ഇമെയിൽ ഐ ഡി നമുക്ക് ആദ്യം കിട്ടണം. അത് കിട്ടിയെങ്കിൽ മാത്രമേ, അതൊരു സ്ട്രിങ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരു വേരിയബിൾ ആയിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ അതിനകത്ത് @ ഉണ്ടോ ഡോട്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ അത് തമ്മിൽ അത് എവിടെയാണ്, അതിൻ്റെ ഇടയിൽ ക്യാരക്ടർ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ അതൊരു സ്ട്രിങ് ആയിട്ട് ആദ്യം സ്ട്രിങ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. വേരിയബിൾ ഇമെയിൽ ഐ ഡി document.myform.email.value, യൂസർ എൻ്റർ ചെയ്ത വാല്യൂ. ഓക്കെ, അപ്പോൾ യൂസർ എൻ്റർ ചെയ്ത വാല്യൂ ഇവിടെ ആദ്യം ചെക്ക് ചെയ്യുന്നുണ്ട്. document.myform.email.value എം ടി ആണോ എന്ന് ഇവിടെ നോക്കുന്നുണ്ട്. എം ടി അല്ലെങ്കിൽ എൽസിലാണ് നമ്മൾ ഇതിനെ കോൾ ചെയ്യാന്നുള്ളത് എപ്പോഴും ഓർക്കുക. എം ടി അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ആ വാല്യൂ എന്താണോ അതെടുത്തു, അതെവിടെ ഇമെയിൽ ഐ ഡി എന്നുള്ള വേരിയബിളിലേക്ക് എടുത്തു. ഇനി അതിൻ്റെ അകത്തുള്ള അറ്റിൻ്റെ പൊസിഷൻ, അതാണ് @pos എന്നുള്ള വേരിയബിൾ. പിന്നെ ഡോട്ടിൻ്റെ പൊസിഷൻ, അത് .pos എന്നുള്ള വേരിയബിൾ.
ആ പേരുകൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം. അറ്റ് പൊസിഷൻ എന്ന് വെച്ചാൽ അറ്റിൻ്റെ പൊസിഷൻ, അറ്റ് എത്രാമത്തെ ക്യാരക്ടറാണ്, ഡോട്ട് എത്രാമത്തെ ക്യാരക്ടറാണ്. അതിനുവേണ്ടി 2 വേരിയബിൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, വാർ എന്നുള്ള കീവേഡ് ഒന്നും വെച്ചിട്ടില്ല. വാർ എന്നുള്ള കീവേഡ് ആദ്യത്തേന് ഉപയോഗിച്ചു, രണ്ടാമത്തേനൊന്നും അത് ഉപയോഗിച്ചില്ല. ഉപയോഗിച്ചാലും ഇല്ലെങ്കിൽ വർക്ക് ചെയ്യും. അപ്പോൾ അറ്റ് പൊസിഷൻ, അറ്റിൻ്റെ പൊസിഷൻ അറ്റ് പോസ് ഈക്വൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ആ സ്ട്രിങ് ഉണ്ട്, ഇമെയിൽ ഐ ഡി ഡോട്ട് ഇൻഡെക്സ് ഓഫ് അറ്റ്. ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൽ അറ്റിൻ്റെ ഇൻഡെക്സ് എത്രയാണ്? ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ. ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുക 0-ലാണ്. ഫസ്റ്റ് ക്യാരക്ടർ ആണെങ്കിൽ ഇൻഡെക്സ് 0 ആണ്. സെക്കൻഡ് ക്യാരക്ടറിന് നമ്മൾ അറേയുടെ ഇൻഡെക്സ് പറയുന്ന പോലെ തന്നെ. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അറേ ഓഫ് ക്യാരക്ടേഴ്സ് എന്നുള്ള മനസ്സിൽ വിചാരിച്ചാൽ അറ്റ് എന്നുള്ളത് ഫസ്റ്റ് ക്യാരക്ടർ ആണെങ്കിൽ ഇൻഡെക്സ് കിട്ടുക 0 ആണ്, സെക്കൻഡ് ക്യാരക്ടർ ആണെങ്കിൽ 1, തേർഡ് ക്യാരക്ടർ ആണെങ്കിൽ 2. അപ്പോൾ ഇവിടെ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് വേരിയബിൾ ആണ്. അതിൽ ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷനാണ് നമ്മൾ ഇൻഡെക്സ് ഓഫ്. അപ്പം ഞാനത്തെ അസൈൻമെൻറ്റിൽ ഇതൊക്കെ വരുന്നുണ്ട്. സ്ട്രിങ്ങിൽ ഉപയോഗിക്കാവുന്ന സ്ട്രിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ ക്ലാസ്സിനകത്ത് വരുന്ന ഫംഗ്ഷൻസിനെ നമ്മൾ മെത്തേഡ്സ്, ഫംഗ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് മെത്തേഡ്സ്. ഓക്കെ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും മെത്തേഡ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. അപ്പോൾ സ്ട്രിങ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഉള്ള ഒരു ഫംഗ്ഷനാണിത് ഇൻഡെക്സ് ഓഫ്. സ്ട്രിങ് എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ്ങിൻ്റെ ഒബ്ജക്റ്റാണ് ഇമെയിൽ ഐ ഡി എന്ന് വിചാരിക്കുക. ഡോട്ട് ഇൻഡെക്സ് ഓഫ്. ഈ സ്ട്രിങ്ങിനകത്ത് ഇമെയിൽ ഐ ഡി എന്നുള്ള സ്ട്രിങ്ങിനകത്ത് അറ്റിൻ്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ പൊസിഷൻ എത്രയാണ്, അത് നമ്മൾ അറ്റ് പോസ് എന്നുള്ളതിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ അത് ഫസ്റ്റ് പൊസിഷനിലാണെങ്കിൽ 0 എന്നുള്ള വാല്യൂ കിട്ടും, അല്ലെങ്കിൽ 1, 2, 3 അങ്ങനെ കിട്ടും. ഇനി ഡോട്ടിൻ്റെ പൊസിഷൻ, ഡോട്ട് പോസ് ഈക്വൽ ടു ഇമെയിൽ ഐ ഡി ഡോട്ട് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ഡോട്ട്. ഈ ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ഉണ്ട് വേറൊരു ഫംഗ്ഷനാണ് ലാസ്റ്റ് ഇൻഡെക്സ്. അതായത് ഒന്നിലധികം ഡോട്ടുള്ള സ്ട്രിങ് ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ABCD shankar@kusat.ac.in ഒരു ഇമെയിൽ ഐ ഡി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ലാസ്റ്റത്തെ ഡോട്ടും അറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി. അപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ഡോട്ട്, ഇതിൽ ഈ സ്ട്രിങ്ങിനകത്ത് ഡോട്ട് വരുന്ന ലാസ്റ്റ് പൊസിഷൻ്റെ ഇൻഡെക്സ് കിട്ടാൻ വേണ്ടി ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു, ലാസ്റ്റ് ഇൻഡെക്സ്. ഇതൊക്കെ ജാവാസ്ക്രിപ്റ്റിലുള്ള ലൈബ്രറി ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. സ്ട്രിങ് എന്ന് പറയുന്ന വേരിയബിൾ അല്ലെങ്കിൽ സ്ട്രിങ് എന്ന് പറയുന്ന ക്ലാസ് എന്ന് വിചാരിക്കുക. ആ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഉപയോഗിക്കാവുന്ന സ്ട്രിങ് ഫംഗ്ഷനാണിത് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഓഫ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ രണ്ടിൻ്റെയും പൊസിഷൻ നമ്മുടെ കയ്യിൽ കിട്ടി അല്ലേ. അറ്റ് പൊസിഷനും കിട്ടി, ഡോട്ട് പൊസിഷനും കിട്ടി. ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അറ്റ് ദ റേറ്റ് ഇല്ലയെന്ന് വിചാരിക്കുക. അറ്റ് ദ റേറ്റ് മിനിമം വേണം, ഒരു ഡോട്ട് മിനിമം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ അല്ലേ. അറ്റ് ദ റേറ്റ് ഇല്ലയെന്ന് വിചാരിക്കുക. അറ്റ് ദ റേറ്റ് ഇല്ലെങ്കിൽ പൊസിഷൻ റിട്ടേൺ ചെയ്യുക, ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്യാൻ -1 ആയിരിക്കും. ഒരു സ്ട്രിങ്ങിനകത്ത് ഒരു ക്യാരക്ടർ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാനും നമ്മൾ ഇതേ ഫംഗ്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഇൻഡെക്സ് ഓഫ്. ഇല്ലെങ്കിൽ നെഗറ്റീവ് -1 എന്നുള്ള വാല്യൂ റിട്ടേൺ കിട്ടും, ഉണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ കിട്ടും. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇവിടെ ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നതാണ് ഇഫ് അറ്റ് പൊസിഷൻ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നുകിൽ പൊസിഷൻ 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്യാരക്ടറാണ് അറ്റ്, എങ്കിൽ അത് ഇൻവാലിഡ് ഇമെയിൽ ഐ ഡി ആണ് അല്ലേ, ഫസ്റ്റ് ക്യാരക്ടർ അറ്റ് ആയിട്ട് വരില്ല. ഇനി -1 ആണെങ്കിലോ, -1 ഈ അറ്റ് ദ റേറ്റ് എന്ന് പറഞ്ഞ സിമ്പിൾ ഇല്ല. അപ്പം ഈ 2 കേസിലും ഇത് തെറ്റാണ്, തെറ്റായ ഇമെയിൽ ഐ ഡി ആണ്. അല്ലെങ്കിൽ ഇനി ഉണ്ടെന്ന് വിചാരിക്കാം, അറ്റ് ദ റേറ്റ് ഉണ്ട്, അത് ഒന്നാമത്തെ പൊസിഷനിലും അല്ല, -1 അല്ല അതിൻ്റെ പൊസിഷൻ, 0 അല്ല നെഗറ്റീവും അല്ല, ഉണ്ട് സാധനം ഉണ്ട്, പക്ഷെ ഒന്നാമത്തെ പൊസിഷനിലും അല്ല. എങ്കിൽ പിന്നെ അടുത്ത കണ്ടീഷൻ നോക്കിയാൽ മതി. എന്താണ്? അറ്റ് ദ റേറ്റ് പൊസിഷനും ഡോട്ടിൻ്റെ പൊസിഷനും തമ്മിലുള്ള അകലം. ഓക്കെ, ഇപ്പം 7ാമത്തെ ക്യാരക്ടറായിട്ട് ഡോട്ട് പൊസിഷനും അതിൻ്റെ തൊട്ട് മുമ്പാണെന്ന് വിചാരിക്കുക, തൊട്ട് മുമ്പാണ് അറ്റ്. അതായത് 6ാമത്തെ ക്യാരക്ടർ അറ്റും 7ാമത്തെ ക്യാരക്ടർ ഡോട്ടും. ഓക്കെ, അതിനർത്ഥം എന്താണ്? ഇൻഡെക്സ് 7ഉം 6ഉം 7ഉം തൊട്ടടുത്തടുത്തുള്ള ക്യാരക്ടർ ആണെങ്കിൽ അങ്ങനെയല്ലേ വരിക. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഡോട്ടിൻ്റെ പൊസിഷൻ 7 മൈനസ് അറ്റിൻ്റെ പൊസിഷൻ 6, ഡിഫറൻസ് എന്ത് കിട്ടി? 1. ആ ഡിഫറൻസ് <2 ആണെങ്കിൽ അർത്ഥം എന്താ? അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ക്യാരക്ടർ ഇല്ല എന്നാണ് അർത്ഥം. ഒരു ക്യാരക്ടർ എങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. 7ാമത്തെ പൊസിഷനിൽ അറ്റും 8ഉം കഴിഞ്ഞ് 9ാമത്തെ പൊസിഷനിലാണ് ഡോട്ടെങ്കിൽ ഇവിടെ ഡോട്ട് പോസ് എന്നുള്ളത് എത്രയാണ്? 9 മൈനസ് അറ്റിൻ്റെ പൊസിഷൻ 7. 9 മൈനസ് 7 എത്ര കിട്ടും? 2 കിട്ടും, മിനിമം 2 കിട്ടും. അപ്പോൾ <2 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്യാരക്ടർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചു, ഡോട്ട് പൊസിഷൻ മൈനസ് അറ്റ് പൊസിഷൻ. അതിൽ ഡോട്ട് പൊസിഷൻ ആയിരിക്കും എപ്പോഴും വലുത് വരേണ്ടത് അല്ലേ, അറ്റ് ദ റേറ്റ് കഴിഞ്ഞിട്ടാണ് ഡോട്ട് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഡോട്ട് പൊസിഷൻ മൈനസ് അറ്റ് പൊസിഷൻ, അത് <2 ആണെങ്കിൽ, <2 എന്ന് പറഞ്ഞാൽ 1 അല്ലെങ്കിൽ നെഗറ്റീവോ വരാം, അറ്റ് ഡോട്ട് ഇല്ലെങ്കിൽ നെഗറ്റീവ് അങ്ങനെയൊക്കെ വരാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് <2 നോക്കുന്നു.
അപ്പോൾ മിനിമം ഒരു ക്യാരക്ടറെങ്കിലും അറ്റിനും ഡോട്ടിനും ഇടയിലുണ്ട്. ആദ്യം അറ്റുണ്ടോ അത് ആദ്യത്തേതാണോ എന്ന് നോക്കി, ആദ്യത്തതും അല്ല അറ്റുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അറ്റിനും ഡോട്ടിൻ്റെ ഇടയിൽ ഒരു ക്യാരക്ടർ ഉണ്ടോ എന്നാണ് ഈ രണ്ടാമത്തെ ചെക്കിങ്. അതിങ്ങനെയാണ് ചെയ്യുക. ഡോട്ട് പൊസിഷൻ മൈനസ് അറ്റ് പൊസിഷൻ ലെസ് ദാൻ 2. ലെസ് ദാൻ 2 ഞാൻ പറഞ്ഞു 7 8 പൊസിഷനിലാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ക്യാരക്ടർ ഇല്ല. അപ്പോൾ 8 - 7 എന്നുള്ളത് 1 കിട്ടുമ്പോൾ അത് ലെസ് ദാൻ 2 ആണ്. 7 9 അല്ലെങ്കിൽ 10 ആണെങ്കിൽ എന്താണ് എപ്പോഴും ഡിഫറൻസ് മിനിമം 2 എങ്കിലും വരും. 7 9 ആണെങ്കിൽ 9 - 7 2 കിട്ടും. അപ്പോൾ ഒരു ക്യാരക്ടറെങ്കിലും അതിൻ്റെ ഇടയിൽ ഉണ്ടോ എന്ന് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് ചെക്കിങ് അവിടെ കഴിഞ്ഞു. നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് എന്താണ്, അറ്റ് ഉണ്ടായിരിക്കണം, ഡോട്ട് ഉണ്ടായിരിക്കണം, അറ്റ് ഫസ്റ്റ് ക്യാരക്ടർ ആവരുത്, അറ്റിനും ഡോട്ടിനും ഇടയിൽ മിനിമം ഒരു ക്യാരക്ടർ വേണം. അത് ചെക്ക് ചെയ്യാനുള്ള ഇഫ് കണ്ടീഷനാണ് ഇത്. ഓർത്തിരിക്കുക. ഇതിൽ കണ്ടീഷൻ മാറ്റി തന്ന് ചോദിച്ചാലും നിങ്ങൾ എഴുതണം. അതായത് അറ്റിനും ഡോട്ടിനും ഇടയിൽ മിനിമം 3 ക്യാരക്ടേഴ്സ് വേണം എന്ന് പറഞ്ഞിട്ട് വാലിഡേറ്റ് ചെയ്ത് എഴുതാൻ പറഞ്ഞാൽ എന്ത് മാറ്റിയാൽ മതി, ഈ വാല്യൂ ഇത് രണ്ടിന് പകരം എത്രയാണ് വേണ്ടത്, മിനിമം 3 ക്യാരക്ടേഴ്സ് വേണമെങ്കിൽ ഏഴാമത്തതാണ് അറ്റെങ്കിൽ 8 9 10 കഴിഞ്ഞ് 11 വരാൻ പാടുള്ളൂ. 11 - 7 ആ ഡിഫറൻസ് 4. ഇപ്പോൾ ലെസ് ദാൻ 4 ആണെങ്കിലാണ് എറർ എന്ന് പറയേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിൽ അറ്റിനും ഡോട്ടിനും ഇടയിൽ മിനിമം ഒരു ക്യാരക്ടറെങ്കിലും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മിനിമം ഒരു ക്യാരക്ടറെങ്കിലും എന്നുള്ളത് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെസ് ദാൻ 2 ആ ഡിഫറൻസ് ലെസ് ദാൻ 2 ആണോ എന്ന് നോക്കി. പിന്നെ അറ്റിൻ്റെ പൊസിഷൻ -1 ലെസ് ദാൻ 1 ആണോ, അതായത് 0 വന്നാൽ അറ്റ് ഫസ്റ്റ് ക്യാരക്ടറാണ്, അതിന് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അറ്റില്ല. ഈ രണ്ട് കേസിലും എറർ. ഇതിൽ ഏതെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ എന്ത് പറയും, നമ്മൾ കറക്റ്റ് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യാൻ പറയും. document.myform.email.focus വീണ്ടും ഇമെയിൽ അടിക്കുന്ന ഫോക്കസ് ഇവിടെ നിന്ന് ചെയ്യും, റിട്ടേൺ ഫോൾസ് ചെയ്യും. ഈ റിട്ടേൺ ഫോൾസ് എവിടെയാണ് കിട്ടുക എന്ന് ആലോചിക്കുക. നമ്മൾ വാലിഡേറ്റ് ഇമെയിൽ എവിടെ കോൾ ചെയ്യണം എന്നുള്ളത് ആലോചിക്കുക. വാലിഡേറ്റ് ഇമെയിൽ കോൾ ചെയ്യുന്നത് ഈ ഇമെയിലിൻ്റെ വാല്യൂ empty അല്ലെങ്കിലാണ്. അപ്പോൾ ഇവിടെ ഒരു എൽസ് ക്ലോസ് വെക്കുക. empty അല്ലെങ്കിൽ എൽസ് വെച്ചിട്ട് വാലിഡേറ്റ് ഇമെയിൽ എന്നുകൊണ്ട് അതിനെ കോൾ ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, റിട്ടേൺ വാലിഡേറ്റ് ഇമെയിൽ എന്ന് എഴുതിയാൽ മതി. ഓൺ സബ്മിറ്റിൽ എഴുതിയ പോലെ റിട്ടേൺ വാലിഡേറ്റ് ഇമെയിൽ, എൽസിൻ്റെ അകത്ത് റിട്ടേൺ വാലിഡേറ്റ് ഇമെയിൽ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എൽസിനകത്ത് ഇവിടെ എത്തുമ്പോൾ അത് വാലിഡേറ്റ് ചെയ്തു. വാലിഡേറ്റ് ചെയ്തിട്ട് ഈ എറർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, റിട്ടേൺ ഫോൾസ് കിട്ടി. ഈ ഫോൾസ് എവിടെയാണ് കിട്ടുക, നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക് ഫോർമാറ്റ് വാലിഡേഷനിൽ ഇമെയിലിൽ റിട്ടേൺ വാലിഡേറ്റ് ഇമെയിൽ അവിടെ കിട്ടി. ഓക്കെ. അവിടെ നിന്ന് റിട്ടേൺ അടിച്ചു, നേരെ സബ്മിറ്റിലേക്ക് ആ ഫോൾസ് പോയി. ഫോം സബ്മിറ്റ് ആവില്ല. ഈ മെസ്സേജിങ് ആണെങ്കിൽ കറക്റ്റ് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യാൻ പറയും. ഫോക്കസ് അവിടെയാണ്, എൻ്റർ ചെയ്യും. കറക്റ്റ് ആകുമ്പോൾ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇമെയിൽ ഐ ഡി വാലിഡേഷൻ ചെയ്തു. ഇവിടെ നമ്മൾ സിപ്പ് കോഡിൻ്റെ വാലിഡേഷൻ ബേസിക് വാലിഡേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷൻ കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. empty ആണോ എന്ന് മാത്രമല്ല നോക്കുന്നത്, empty അല്ലെങ്കിൽ നമ്പർ ആണോ എന്ന് നോക്കുന്നുണ്ട്. അവിടെ ഈസ് നോട്ട് എ നമ്പർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്ത് NaN, പിന്നെ ലെങ്ത് നോക്കി, വാല്യൂ ഡോട്ട് ലെങ്ത് കറക്റ്റ് ആണോ എന്ന് നോക്കി. ഓക്കെ. അപ്പം ഇതുപോലെ ഏത് വാലിഡേഷൻ, ഈ എക്സാമ്പിൾ തന്നെ പരീക്ഷയ്ക്ക് വരണമെന്നൊന്നുമില്ല. ഒരു കണ്ടീഷൻ പറയും, ഇമെയിൽ ഐ ഡി ഇന്ന രീതിയിലുള്ള ഇമെയിൽ ഐ ഡി ആണോ എന്ന് നോക്കണം, വാലിഡേറ്റ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻ പറയാം. അല്ലെങ്കിൽ സെറ്റ് കോഡ്, ഏത് സംഭവവും പേര് എന്തായിക്കോട്ടെ ഏതും വാലിഡേറ്റ് ചെയ്യാൻ. ബേസിക് വാലിഡേഷൻ ചോദിച്ചാലും ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷൻ ചോദിച്ചാലും അത് വിളിക്കുന്ന രീതി ഓർത്തിരിക്കുക. ഫോമിൻ്റെ അകത്ത് നമ്മൾ ഓൺ സബ്മിറ്റിൻ്റെ അകത്ത് ബേസിക് വാലിഡേഷൻ്റെ ഫംഗ്ഷനെ കോൾ ചെയ്യുക ആദ്യം. ബേസിക് വാലിഡേഷൻ്റെ അകത്ത് ബേസിക് വാലിഡേഷൻ ചെയ്യാനുള്ള കോഡ് കഴിഞ്ഞാൽ, അതായത് empty അല്ലാതെ കണ്ടാൽ അതിനൊരു എൽസ് വെച്ചിട്ട് അതിൻ്റെ ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷനുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുക. അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമ്മൾ ഓൺ സബ്മിറ്റിലേക്ക് റിട്ടേൺ ചെയ്യുക. ഓക്കെ. ആ ഒരു രീതിയിൽ അത് വർക്ക് ചെയ്യുന്നത് മനസ്സിൽ വേണം. ഏത് ടൈപ്പ് ഓഫ് വാലിഡേഷൻ ഇമ്പോർട്ടൻ്റ് ആണത്. ജാവാസ്ക്രിപ്റ്റിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ ഡാറ്റ വാലിഡേഷൻ ആണ്, ഫോം വാലിഡേഷൻ ആണ്. അതുകൊണ്ട് ഏത് ടൈപ്പ് വാലിഡേഷൻ ചോദിച്ചാലും ഒരു പ്രോഗ്രാം എഴുതാൻ തയ്യാറായിരിക്കുക. ഒരു ഫോം തന്നിട്ട് അതിനകത്ത് ഇന്ന ഫീൽഡുകൾ ഡാറ്റ വാലിഡേഷൻ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.